ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് മെഷർമെന്റ്സിന്റെ സെക്കൻഡ് പാർട്ടിന്റെ 7th ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവൻസ് ബ്രിഡ്ജ് ആണ്. പ്രീവിയസ് സെഷനിൽ നമ്മൾ കണ്ടിരുന്നു, ഹേസ് ബ്രിഡ്ജ് കണ്ടിരുന്നു, ആൻഡേഴ്സൺ ബ്രിഡ്ജ് കണ്ടിരുന്നു. ഈ ഹേസ് ബ്രിഡ്ജിലും ആൻഡേഴ്സൺ ബ്രിഡ്ജിലും നമ്മൾ കണ്ട പോലെ തന്നെ ഇൻഡക്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അൺനോൺ ഇൻഡക്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, കപ്പാസിറ്റൻസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അൺനോൺ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കലായിരുന്നു നമ്മൾ ഹേസ് ബ്രിഡ്ജിൽ ചെയ്തതും ആൻഡേഴ്സൺ ബ്രിഡ്ജിൽ ചെയ്തതും. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജാണ് ഓവൻസ് ബ്രിഡ്ജ്, ഇൻ വിച്ച് unknown inductance is calculated by comparing with a capacitance. ഇവിടെയും unknown inductance തന്നെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ബ്രിഡ്ജസിലും പറയുന്ന പോലെ തന്നെ അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ detector will show null deflection. Detector will show null deflection at balance bridge. ഈ തന്നിരിക്കുന്ന നമ്മുടെ ഓവൻസ് ബ്രിഡ്ജ് കാണാം, R1 L1. അതിൽ L1 ആണ് നമ്മുടെ അൺനോൺ ഇൻഡക്റ്റൻസ്, അതിന്റെ റെസിസ്റ്റൻസ് ആണ് R1. R1 നമുക്ക് അൺനോൺ ആണ്, L1 അൺനോൺ ആണ്. ഇതിൽ വേരിയബിൾ ആയിട്ട് വരുന്നത് R2ഉം C2ഉം. വേരിയബിൾ ആയിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് R2ഉം ഉണ്ട്, കപ്പാസിറ്റൻസ് C2 ഉണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ആമിലാണ് ഇരിക്കുന്നത്. ഒരു ഫിക്സഡ് കപ്പാസിറ്റൻസ് C4 ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് R3യും ഉണ്ട്. ഇതിൽ നമ്മൾ R2വിനെയും C2വിനെയും വേരി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നൾ ഡിഫ്ലക്ഷൻ ഇസ് ഒബ്റ്റെയിൻഡ്. ഡിറ്റക്ടറിൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നവരെ നമ്മൾ R2വിനെയും C2വിനെയും വേരി ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ മറ്റേ ബ്രിഡ്ജസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ നമുക്കറിയാം voltage at a point B is equal to voltage at a point D. Potential at B is equal to potential at D. So VBD is equal to 0. Therefore, dictator will show null deflection. അതിൽ നിന്ന് നമ്മുടെ ബാലൻസ് ബ്രിഡ്ജിന്റെ കണ്ടീഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? മറ്റേ നൾ ഡിഫ്ലക്ഷനിലെ കണ്ടീഷൻ എന്തായിരുന്നു? Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3 അല്ലേ? അതെല്ലാവർക്കും ഇതുവരെ അറിയാമല്ലോ. പ്രീവിയസ് എല്ലാ ബ്രിഡ്ജസിലും നമ്മൾ പഠിച്ച അതുപോലെ തന്നെയാണ് ഇവിടത്തെയും ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ Z1 ഏത്, Z2 ഏത്, Z3 ഏത്, Z4 ഏത്? Z1 ഈസ് ഈക്വൽ ടു R1 ഉണ്ട്, L1 ഉണ്ട്. സോ അവിടുത്തെ ഇംപിഡൻസ് എന്താണ്? R1 പ്ലസ് JXL1. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് J ഒമേഗ L1. Z1. ഓക്കെ. Z2 ഈസ് ഈക്വൽ ടു R2. അവിടെ ഏതാണ്? കപ്പാസിറ്റർ ആണ് വരുന്നത്. കപ്പാസിറ്ററിന്റെ കേസില് വോൾട്ടേജ് ലാഗ് ചെയ്യണം, അത് വേണം ഇംപെഡൻസിൽ റെപ്രസെന്റ് ചെയ്യാൻ. മൈനസ് JXC2. that is equal to R2 minus J divided by omega C2. ഈ മൈനസ് ജെ ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ പ്ലസ് ജെ ആക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ റെപ്രസെന്റ് ചെയ്യാം. Z2 is equal to R2 minus J omega C2, അല്ലെങ്കിൽ Z2 is equal to R2 plus 1 by J omega C2. ഇതുവരെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല അല്ലെ? ഇനി Z1 ആയി, Z2 ആയി, Z3 എന്താണ്? Z3 is equal to R3 and Z4 is equal to Z4 എന്തായിരുന്നു? മൈനസ് ജെ ഡിവൈഡഡ് ബൈ മൈനസ് ജെ എക്സ് സി ആണ്, മൈനസ് ജെ XC4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജെ ബൈ ഒമേഗ C4 implies Z4 is equal to 1 by J omega C4. അപ്പോൾ Z4 ആയി, Z3 ആയി, Z1 ആയി, Z2 ആയി.
ഇനി നമുക്ക് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിലേക്ക് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z1 can be replaced by, നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് പറഞ്ഞ കേട്ടോ, R1 പ്ലസ് ജെ ഒമേഗ L1 ഇൻറ്റു Z4 എന്ന് വെച്ചാൽ എന്തായിരുന്നു? പറയട്ടെ. ഇൻറ്റു ഗുഡ് 1 by j omega C4 that is equal to, ഇനി ഏതാണ് Z2 into Z3. Z2 into Z3 ആകുമ്പോൾ എന്താണ്? R2 plus 1 by j omega C2 whole into Z3 എന്താണ്? R3. ഇത് ഒരു ആസ് യൂഷ്വൽ നമ്മളെ ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണിത്. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും ഫോർ ദി ബാലൻസ് ബ്രിഡ്ജ്. അപ്പോ ആ ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എളുപ്പം ഈ ജെ ഒമേഗ C4 RHSലേക്ക് കൊണ്ടുവരുന്നതാണ്. R1 പ്ലസ് ജെ ഒമേഗ L1 ഈസ് ഈക്വൽ ടു R2 R3 ഇവിടെ ഉണ്ട്, പ്ലസ് R2 ഡിവൈഡ് ബൈ ജെ ഒമേഗ C2 ഉണ്ട്. അതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. R2 R3 ഇൻറ്റു ജെ ഒമേഗ C4. ഈ ജെ ഒമേഗ C4 നമ്മൾ RHSലേക്ക് കൊണ്ടുവരുന്നു. ഇനി നെക്സ്റ്റ് ടേം പ്ലസ് R3 ബൈ ജെ ഒമേഗ C2 ഇൻറ്റു ജെ ഒമേഗ C4. ജെ ഒമേഗ ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. ബാക്കി എന്ത് വരുന്നു? R1 പ്ലസ് ജെ ഒമേഗ L1 ഈസ് ഈക്വൽ ടു R2 R3 ഇവിടെ ജെ ഉണ്ട്, ഒമേഗ C4 പ്ലസ് R3 C4 ബൈ C2. ഇത് കിട്ടിയേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തന്നെ പറയേ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അതെ, കമ്പയറിങ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. കമ്പയറിങ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഫസ്റ്റ് റിയൽ പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ R1 ഈസ് ഈക്വൽ ടു, കാര്യം രണ്ട് സൈഡിൽ രണ്ട് ഇമ്പിഡൻസുകൾ സെയിം ആണ് എന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ റിയൽ പാർട്ട് ഷുഡ് ബി ഈക്വൽ ടു RHSലെ റിയൽ പാർട്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ജെയുടെ ടേം ഇവിടെ ഇമാജിനറി പാർട്ട് ഇതുമാണ്. റിയൽ പാർട്ട് ഈ കാണുന്ന R1ഉം ദിസ് R3 C4 by C2 ആണ്. സോ R1 ഈസ് ഈക്വൽ ടു R3 C4 by C2. നമ്മുടെ അൺനോൺ എന്താണ്? R1 തന്നെയല്ലേ? അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ്, ആൻഡ് ഫ്രം ഇമാജിനറി പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ജെയുടെ പാർട്ട് ഒമേഗ L1 ഈസ് ഈക്വൽ ടു R2 R3 ഒമേഗ C4 അല്ലെ? വേർ ഒമേഗ ആൻഡ് ഒമേഗ ഗെറ്റ്സ് ക്യാൻസൽഡ് implies L1 is equal to R2 R3 C4. ഓ രണ്ട് അൺനോൺസും കിട്ടി. R1 ഉണ്ട്, L1 ഉണ്ട്. R1 is equal to R3 C4 by C2 and L1 is equal to R2 into R3 into C4. ഇവിടെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കണം. നമ്മൾ വേരി ചെയ്യുന്ന ആരെയാണ്? R2വിനെയും C2വിനെയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ L1 കണ്ടോ R2 വേരി ചെയ്തുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം ഫോർ ബാലൻസ് കണ്ടീഷൻ. അതുപോലെ C2 വേരി ചെയ്തുകൊണ്ട് നമുക്ക് R1ന്റെ ഇക്വേഷനും കണ്ടുപിടിക്കാം. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫോർ ഓവൻസ് ബ്രിഡ്ജ് two equations for balanced bridge condition are എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? two equations for balanced bridge conditions are
നമ്മൾ R2 വേരി ചെയ്തുകൊണ്ട് L1നെയും C2 വേരി ചെയ്തുകൊണ്ട് R1നെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുവഴി നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? രണ്ടും ഡിഫറെന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷനിൽ ഒരെണ്ണമേ ഉള്ളൂ. R1ന്റെ ഇക്വേഷനിൽ ഒരു വേരിയബിളേ ഉള്ളൂ, L1ന്റെ ഇക്വേഷനിൽ ഒരു വേരിയബിളേ ഉള്ളൂ. So by varying R2 it will not affect the value of R1. Similarly by varying the C2 it will not affect the value of L1. Thus to obtain balanced bridge condition ഓവൻസിൽ എന്താണ് മച്ച് ഈസിയർ ആണ്. എങ്ങനെയായിരുന്നു ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? C2 വേരി ചെയ്യുന്നു, വേരി ചെയ്ത് നിയർ ടു നൾ ഡിഫ്ലക്ഷൻ പോയിന്റിലേക്ക് എത്തിയതിനു ശേഷം R2 വേരി ചെയ്യുന്നു, R2 വേരി ചെയ്തുകൊണ്ട് നൾ ഡിഫ്ലക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ ഇവിടെ C2 ഓൾറെഡി വേരി ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? R2 വേരി ചെയ്യുന്നത്. C2 വേരി ചെയ്യുമ്പോൾ എനിക്ക് R1ന്റെ ഇക്വേഷൻ അവിടെ കിട്ടി. ഇനി R2 വേരി ചെയ്താൽ അത് എന്തിനെ ബാധിക്കത്തില്ല? R1നെ ബാധിക്കത്തില്ല, L1നെ മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. Thus we can obtain null deflection in the case of an Owen's bridge by varying R2 and C2. ഇപ്പോൾ R2 C2 അപ്പൊ എന്താണ്? രണ്ട് ഇക്വേഷനെ സംബന്ധിച്ച് വെവ്വേറെ ആയതുകൊണ്ട് both the equations for balanced bridge are independent. നെക്സ്റ്റ് ഓവൻസ് ബ്രിഡ്ജിന്റെ അടുത്ത പോയിന്റ് എന്താണ്? വേരിയബിൾ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള R2 and C2 they belongs to same branch. എപ്പോഴും വേരിയബിൾസ് സെയിം ബ്രാഞ്ചിലാണ്. മാത്രമല്ല വേരിയബിൾസ് രണ്ട് ഇക്വേഷനെയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ the method to obtain balanced bridge condition is easier. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ബ്രിഡ്ജസിന്റെ ക്ലാസ്സസിൽ. അപ്പൊ R2 C2 belongs to same arm. So balanced bridge condition ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്താണ്? ഈസിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഏക ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ ഒരു അറിവ് വെച്ച് പറയേ, പ്രീവിയസ് ബ്രിഡ്ജസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ബേസിൽ ഒന്ന് പറഞ്ഞേ. വാട്ട് ഇസ് ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓവൻസ് ബ്രിഡ്ജ്? ഇവിടെ എന്തായിരിക്കും? വേരിയബിൾ, അതെ, വേരിയബിൾ കപ്പാസിറ്റൻസ്. ഗുഡ്. വേരിയബിൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. ടു ഒബ്റ്റെയിൻ വേരിയബിൾ കപ്പാസിറ്റർ ഇവിടെ ഏതാണ് വേരിയബിൾ കപ്പാസിറ്റർ? C2. അതെന്താണ്? കോസ്റ്റ്ലി ആണ്. ഇതേ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയത്? ഏത് ബ്രിഡ്ജിലായിരുന്നു ഫിക്സഡ് കപ്പാസിറ്റൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്? ആൻഡേഴ്സൺ ബ്രിഡ്ജ് അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഫിക്സഡ് കപ്പാസിറ്റൻസ് വെച്ചിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇൻഡക്റ്റൻസിന്റെ. അതിൽ നിന്ന് നമ്മൾ മാറി ഓവൻസ് ബ്രിഡ്ജിൽ വന്നപ്പോൾ പിന്നെയും വേരിയബിൾ കപ്പാസിറ്റർ കയറി വരുന്നു. പിന്നെ എന്തിനാണ് ഓവൻസ് ബ്രിഡ്ജ് എന്ന ചോദ്യം വരുന്നു. അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് അതിന്റെ വെക്ടർ ഡയഗ്രാം ഒന്ന് പഠിക്കാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? കൺസെപ്റ്റ് എല്ലാ ബ്രിഡ്ജസിലും കേസിലും സെയിം ആണ്. R1 ആൻഡ് L1 ആണ്. അതെ, അഡ്വാൻറ്റേജ് അത് വിട്ടുപോയതാണ്. ഗുഡ്. നമ്മളെ ഓവൻസ് ബ്രിഡ്ജിന്റെ മറ്റു അഡ്വാൻറ്റേജ് എന്താണ്? It is independent of omega. Means independent of supply frequency. ഫ്രീക്വൻസി അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓവൻസ് ബ്രിഡ്ജിന്റെ. ഏക നെഗറ്റീവ് എന്ന് പറയുന്നത് വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അത് കോസ്റ്റ്ലി ആണ്. ഇനി നെക്സ്റ്റ് നമ്മള് വെക്ടർ ഡയഗ്രാം.
നെക്സ്റ്റ് വെക്ടർ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും എടുത്തിരുന്നു. അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ നമുക്കറിയാം ദി പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി, വി ബി ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണ് നൾ ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി ഷുഡ് ബി ഈക്വൽ ടു ഈ എ ഡി ആൻഡ് ഈ ബി സി ഷുഡ് ബി ഈക്വൽ ടു ഈ ഡി സി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? E1 ഷുഡ് ബി ഈക്വൽ ടു E2 ആൻഡ് E3 ഷുഡ് ബി ഈക്വൽ ടു E4. ഓൾസോ നമുക്കറിയാം എന്താ ടോട്ടൽ ഇ എന്ന് പറയുന്നത് E1 പ്ലസ് E3 ആണ്. E1 പ്ലസ് E3 ആണ് നമ്മുടെ ടോട്ടൽ അപ്ലൈഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇ എന്ന് പറയുന്നത്. E1 plus E3 ആണ്. ഓർ ഇ ക്യാൻ ബി റിട്ടൺ ആസ് E2 plus E4. ഇത്രയാണ് ബേസിക്കലി നമുക്ക് അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ആദ്യ സ്റ്റെപ്പ് എന്തായിരുന്നു? വെക്ടർ ഡയഗ്രാം വരയ്ക്കുമ്പോ എവിടെ നിന്ന് തുടങ്ങണം? അത്രേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ അൺനോൺ ആമിലെ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അത് എത്രയാണ്? I1 R1 ഞാൻ വരച്ചു. I1 into R1 വരച്ചു. I1 R1 ഞാൻ ഇതായിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് I1 R1. അതുകൊണ്ട് തന്നെ റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ടിന് ഇൻ ഫേസ് ആയിരിക്കണം I1 R1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇൻ ഫേസ് ആയിട്ട് ഒരു കറണ്ടിനെ അവിടെ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, let it be I1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതേ I1 ഫ്ലോ ചെയ്യുന്ന ഏത് കൂടെയാ? ആം 1ലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ ആരുണ്ട്? നമ്മുടെ ഇൻഡക്ടൻസ് L1 ഉണ്ട്. അപ്പൊ ഇൻഡക്ടൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഇൻഡക്ടർ ആണ് എന്റെ I1. നമുക്കറിയാം ഇൻ ദി കേസ് ഓഫ് എ പ്യുവർ ഇൻഡക്ടർ കറണ്ട് ലാഗ് ബൈ 90 ഡിഗ്രി. സോ ഇഫ് കറണ്ട് ഇസ് ദി റെഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി. സോ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ലീഡ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഇൻഡക്ടർ ബൈ 90 ഡിഗ്രി. അപ്പൊ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിനെ എനിക്ക് എങ്ങനെ എഴുതാം? I1 X1 I1 I1 XL1 I1 XL1 എനിക്ക് എങ്ങനെ എഴുതാം? I1 into ഒമേഗ L1 മതി. കാര്യം 90 ഡിഗ്രി ഞാൻ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി അവിടെ ജെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലസ് ജെ കാണിക്കുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. മൈനസ് ജെ കാണിക്കുന്നത് എന്താണ്? മൈനസ് 90 ഡിഗ്രി. അഥവാ താഴോട്ട് വരയ്ക്കുമ്പോഴാണ് 90 ഡിഗ്രി താഴേക്ക് പോകുമ്പോഴാണ് എന്താ മൈനസ് ജെ വരുന്നത്. ഇത് മേളിലേക്ക് 90 ഡിഗ്രി വരച്ചു. ഇവിടെ എന്താണ്? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. സോ പ്ലസ് ജെ ആണ്. ജെയുടെ കാണിക്കേണ്ട കാര്യം 90 ഡിഗ്രിയിലാണ് ഇതിപ്പോ വരച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആണ്. ഇനി I1 R1 പ്ലസ് I1 ഒമേഗ L1 അതിന്റെ റിസൾട്ടന്റ് എന്താണ് വരുന്നത്? നമുക്ക് R1 L1 കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടന്റ് E1. റിസൾട്ടന്റ് എന്ന് പറയുന്നത് E1. നമുക്ക് ഈ I1 ഒമേഗ L1 കുറച്ച് താഴോട്ടങ്ങ് ഇറക്കാം, എഴുതി വെക്കാം. ഇല്ലെങ്കിൽ E1 നമുക്ക് കിട്ടി. E1 ആയി, R1 L1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും ആയി. ഇനി നമുക്ക് ബേസിക്കലി അറിയാവുന്ന ഒരു കാര്യം, അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ E1 ഈസ് ഈക്വൽ ടു E2. E1 ഈസ് ഈക്വൽ ടു E2 എന്ന് ഞാൻ എഴുതി. E1 ഈസ് ഈക്വൽ ടു E2. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കറണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് വേറെ ഒന്നും നോക്കണ്ട. E1 കിട്ടിക്കഴിഞ്ഞാൽ അത് ഈസ് ഈക്വൽ ടു E2 എന്ന് നമുക്കറിയാം. അത് ഞാൻ അവിടെ എഴുതി വെച്ചു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അത് അവിടെ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, എന്റെ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് I1 R1 ആണെന്ന് എഴുതി. അതുകൊണ്ട് തന്നെ I1 ആണെങ്കിൽ ഇൻ ഫേസ് വിത്ത് I1 R1 ആക്കി. അതേ I1 അല്ലേ ഇവിടെ ആരിലൂടെയും ഫ്ലോ ചെയ്യുന്നത്? നോക്കിയിട്ട് പറയേ.
എന്റെ ഈ സെയിം I1 എവിടെ കൂടെയും ഫ്ലോ ചെയ്യുന്നുണ്ട്? R3 ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R3 I1 into R3 എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് I1 ആയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്തു? I1 into I1 R3. ഇനി ഈ I1 R3 ഞാൻ എഴുതിയേ, ഈ I1 into R3. ഈ I1 R3 മീൻസ് എന്തിന് തുല്യമാണ്? I1 R3 is equal to, നെയിം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു നോക്കൂ, I1 into R3, അതിന്റെ പേരെന്താണ്? E3. സോ I1 R3 is equal to E3. എന്തിന്റെ ബേസിലാണ് ഞാൻ I1 R1 മുന്നിൽ ഞാൻ I1 R3 വരച്ചത്? അതിലേക്കാണ് പോകുന്നത്. I1 R3 is equal to E3 അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ. E3 is equal to എന്തെന്ന് ഞാൻ പറഞ്ഞു? E3 is equal to E4. E4 എന്ന് വെച്ചാൽ എന്താണ്? I2 into XE4. XE4 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് E4 എന്ന് പറയുന്നത്, ആണല്ലോ. I2 into XE4 that is equal to, എങ്ങനെ എഴുതാം? I2 divided by omega C4. omega C4. C4 അതാ ഡിനോമിനേറ്ററിൽ വന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. C4ന്റെ വാല്യൂ ചെറുതായത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? വലുതായിരിക്കും കമ്പയർ ടു വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ I1 R1. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ I1 R3 ഗ്രേറ്റർ ദാൻ I1 R1 വെച്ച് വരച്ചത്. പ്രീവിയസ് കേസസിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ എന്ത് പറ്റി? I1 R3 ഇൻ ഫേസ് വിത്ത് I1 ആണെന്ന് അറിയാം, അത് ഞാൻ എഴുതി. ഈ I1 R3യുടെ പേരെന്ന് പറയുന്നത് E3 ആണ്. E3 at balance switch condition should be equal to E4 എന്നറിയാം. E4 is equal to voltage drop across the capacitor C4 ആണ്. So I2 into XE4 ആണ് E4. That is equal to I2 by omega C4. ഇതുവരെ ക്ലിയർ ആണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? ഈ I1 ഇൻ ഫേസ് ആയിട്ട് ഇപ്പൊ ആര് കിടക്കുകയാണ്? എന്റെ I2 into XE4 കിടക്കുകയാണ്. ഈ C4 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ കിടക്കുകയാണ്. അപ്പൊ ആ I2 എവിടെ പോയി? I2 മാർക്ക് ചെയ്യണ്ടേ? I2 എങ്ങനെ മാർക്ക് ചെയ്യും? I2 XE4 എൻ്റെ ഇവിടെ ഉണ്ട്. ആ I2 എങ്ങനെ മാർക്ക് ചെയ്യും? ഞാൻ ഇനി ആലോചിച്ചിട്ട് പറയാം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C4 ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഫ്ലോയിങ് ത്രൂ C4 എങ്ങനെ വരണം? അതെ, ഇൻ ദി കേസ് ഓഫ് എ പ്യുവർ കപ്പാസിറ്റർ കറണ്ട് ഷുഡ് ലീഡ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ ഞാൻ വോൾട്ടേജ് I2 ന്റെ XE4 വോൾട്ടേജ് ഡ്രോപ്പ് കൂടെ റെഫറൻസ് ആയിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കറണ്ട് ലീഡ് ചെയ്യണം. ലീഡ് ചെയ്ത് ഞാൻ ആരെ വരച്ചു? ഇവിടെ വോൾട്ടേജ് ആണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ കറണ്ടിനെ എന്ത് ചെയ്യുന്നു? ഡോട്ടഡ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ I2 ഇതാണെന്ന് നമുക്കറിയാം. ഓക്കെ, I2 ഇതാണെന്ന് അറിയാമെങ്കിൽ നെക്സ്റ്റ് ചോദ്യം, I2 ഇതാണ്. I2 മറ്റെന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? I2 R2 ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. സോ I2 റെസിസ്റ്റൻസ് R2 ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് I2. I2 എന്ന് പറയുന്ന കറണ്ട് R2 കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് I2. സോ ഞാൻ അവിടെ എന്ത് വരയ്ക്കണം? I2 R2 വരയ്ക്കണം. I2 R2 വരച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്റെ ചോദ്യം, I2 R2 വരച്ചു കഴിഞ്ഞു. ഇവിടെ ആരെ കൂടെ കാണിക്കാനുണ്ട് എനിക്ക്? C2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടെ വേണം. C2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വേണം. C2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന് കാരണക്കാരൻ ആരാണ്? I2 ആണ്. when I2 flows through C2, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C2 എന്ന് പറയുന്നത് എങ്ങനെ വരണം? നമുക്കറിയാം, കറണ്ട് ഫ്ലോയിങ്. അതെ, അത് തന്നെയാണ്. കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് ഷുഡ് ലീഡ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇവിടെ റെഫറൻസ് ആയിട്ടുണ്ട്. കറണ്ട് ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കറണ്ടിനെ എങ്ങനെയായിരിക്കണം വോൾട്ടേജ് ഷുഡ് ലാഗ് ദി കറണ്ട് ബൈ 90 ഡിഗ്രി. ഇവിടെ കറണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനെ ലാഗ് ചെയ്തുകൊണ്ട് ആര് വരണം? വോൾട്ടേജ് അക്രോസ് C2 വരണം. അത് ഞാൻ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കണേ.
അത് വരച്ച് എവിടെ തന്നെ വന്ന് മുട്ടുകയാണ്? എന്റെ നേരത്തെ E1 തന്നെ വന്ന് മുട്ടുകയാണ് ഈ ഒരു പോയിന്റ്. ഈ വരച്ചിരിക്കുന്ന ആരെയാണ്? I2 into XC2 that is equal to I2 by omega C2. എന്തിന്റെ ബേസിലാണ് ഞാൻ ഈ I2 XC2 കൊണ്ടുവന്ന് ഇവിടെ മുട്ടിച്ചത്? ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന വെച്ചിട്ട് അതിന്റെ അർത്ഥം എന്തുവാ? I2 R2ന്റെയും എന്റെ I2 XC2ന്റെയും റിസൾട്ടന്റ് ആണ് E1 അഥവാ E2 എന്ന് ഞാൻ വരച്ചിരിക്കുന്നത്. അതെങ്ങനെ കിട്ടി? എന്റെ ഫിഗറിലുണ്ട്. ഫിഗറിൽ എങ്ങനെയാ? R2ന്റെയും XC2ന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം അല്ലേ എന്റെ E2 എന്ന് പറയുന്നത്? അത് എന്തിന് സമമാണ്? E1 സമമാണ്. ഓൾറെഡി I1 R1 പ്ലസ് I1 XL1 എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് കിട്ടി? E1 എന്ന് കിട്ടി. ആ E1 should be equal to E2 ആണ്. E2 എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് ടു വോൾട്ടേജ് ഡ്രോപ്സ്. ആരൊക്കെ? I2 R2 പ്ലസ് I2 X2. ക്ലിയർ ആയോ എല്ലാവർക്കും? E1 is equal to I1 into R1 plus J omega L1. ഈ J കാണിക്കുന്നത് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെയാണ് ആരും ഉള്ളത്? E2 is equal to I2 into R2. ഇവിടെ എന്ത് വരണം? മൈനസ് J XC2 വരണം. ആ XC2 എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ C2. ഇത് ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമേ. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും ആയപ്പോ ഏതുവരെ ആയി? E1ഉം E2ഉം എല്ലാം കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? റിസൾട്ടന്റ് E വേണ്ടേ? ഇവിടെ E1ഉം E2 ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ആരും ഉണ്ട്? E3ഉം E4ഉം ഉണ്ട്. നമുക്കറിയാം ടോട്ടൽ EMF E is equal to ടോട്ടൽ വോൾട്ടേജ് അപ്ലൈഡ്, ടോട്ടൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈഡ് E is equal to E1 plus E3. E1 എൻ്റെ കയ്യിലുണ്ട്, E3 ദാ ഇവിടെ ഉണ്ട്, E3 ദാ ഇവിടെ ഉണ്ട്. ബൈ പാരലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ നമ്മൾ വരയ്ക്കുമ്പോ നമുക്ക് ആരെ കിട്ടും? E കിട്ടുന്നു. ഇതുവരെ എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, ഗുഡ്. നമ്മൾ ഈ ബ്രിഡ്ജസിന്റെ കേസിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ബ്രിഡ്ജ് എന്തൊക്കെ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇന്ന ഇൻഡക്ടൻസിന്റെ 1 to 10 ആണ് ക്യൂ ഫാക്ടറിന്റെ വാല്യൂ എങ്കിൽ ഏത് ബ്രിഡ്ജാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? മാക്സ്വെൽസിന്റെ ബ്രിഡ്ജ്. അതുപോലെ വെക്ടർ ഡയഗ്രാംസ് തന്നിട്ട് ഏത് ബ്രിഡ്ജിന്റെ വെക്ടർ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അത്തരം കേസുകൾ വരുമ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെക്ടർ ഡയഗ്രാം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇതിൽ ചോദിക്കാവുന്ന മാക്സിമം ടൈപ്പ് അത്തരം ടൈപ്സ് മാത്രമേ ഉള്ളൂ. ബാലൻസ് ബ്രിഡ്ജിന്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്ന ബ്രിഡ്ജിന്റെ കേസിൽ. ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ബ്രിഡ്ജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഏത് കണ്ടീഷൻ? Z1 into Z4 is equal to Z2 into Z3. അത് കാണാൻ പഠിച്ച് അവിടെ വെക്കരുത്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ആൻഡേഴ്സൺ ബ്രിഡ്ജ് വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? പോയിന്റിൽ മാറ്റം വന്നു. അതുകൊണ്ട് Z1 Z4 is equal to Z2 into Z3 എന്ന് പറയുന്നത് കാണാൻ പഠിച്ച് അവിടെ അപ്ലൈ ചെയ്യരുത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഡിറ്റക്ടർ ഷുഡ് ബി 0. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് വേണം ചെയ്തു പോകാൻ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞ പോയിന്റ്സ്? ഓക്കെ, ഇനി ഓവൻസ് ബ്രിഡ്ജിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ. ഓവൻസ് ബ്രിഡ്ജ് is used for measurements of incremental inductance. Owen's bridge is used for measurement of incremental inductance. ശ്രദ്ധിച്ചിരിക്കുക, എളുപ്പമുള്ള ടോപ്പിക് ആണ് എങ്കിലും ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസ് എന്താണ്? ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നോർമലി നമ്മൾ പറയാറുണ്ട്
whenever a current flows through a conductor, a magnetic field will be set up around the conductor എന്ന് പറയും. അപ്പൊ നമ്മള് കൺസെപ്റ്റില് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്വാഭാവികമായിട്ടും ആര് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോ phi proportional to I ആണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ that concept is applicable only for air cored coil. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓവൻസ് ബ്രിഡ്ജ് ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസിന്റെ മെഷർമെന്റിന് യൂസ് ചെയ്യുന്നു. എന്താണ് ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. വാട്ട് ഇസ് ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് നെസസിറ്റി. ആ പോയിന്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബേസിക്കലി നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. whenever there is a current flowing through a conductor, there will be magnetic flux around the conductor. അപ്പൊ നമ്മൾ നോർമൽ കൺസെപ്റ്റില് ദി മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. പക്ഷെ ദാറ്റ് കൺസെപ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എയർ കോർഡ് കോയില്. current flowing through coil one second, flux linking with the coil is directly proportional to flux linking with the coil is directly proportional to current flowing through coil. It is applicable only for air cored coil. Air cored coil മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ. അപ്പൊ വാട്ട് അബൌട്ട് അയൺ കോർ കോയിൽ? What about iron cored coil? ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഫ്ലക്സിനും കറണ്ടിനും തമ്മിലുള്ളത് ലീനിയർ റിലേഷൻ ആണ്. ലീനിയർ റിലേഷൻ ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് അയൺ കോർഡ് കോയിൽ ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ലീനിയർ അല്ല, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി BH കർവ്. BH നമ്മുടെ മാഗ്നറ്റൈസേഷൻ കർവിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഫ്ലക്സ് ലിങ്കിങ് ആൻഡ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ ഇൻ ദി കേസ് ഓഫ് അയൺ കോർഡ് കോയിൽ. സോ ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ കർവിന്റെ അതേ ഷേപ്പ് ആയിരിക്കും. മാഗ്നറ്റൈസേഷൻ കർവ് അതെന്തായിരുന്നു, അഥവാ BH കർവ്. ബി എന്ന് വെച്ചാല് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ, ബി. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. BH കർവ് ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ വരുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, എന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, മാറുന്നില്ല. ഇറ്റ് റിമെയിൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. കാര്യം എന്തുകൊണ്ടായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പിന്നീട് മാറാത്തത്? ഇനിഷ്യലി സാച്ചുറേഷൻ. ഗുഡ്. ഡ്യൂ ടു സാച്ചുറേഷൻ നമുക്ക് എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അളവ് പിന്നെ കൂടത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ ഇന്റൻസിറ്റി കൂട്ടി കൊടുത്താലും പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റി കൂടത്തില്ല. ഡ്യൂ ടു മാഗ്നറ്റിക് സാച്ചുറേഷൻ ഓഫ് ദി കോർ മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കി ഈ ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ ലീനിയർ അല്ല. ഇതേ റിലേഷൻ ആണ് ആര് തമ്മിലെന്നാ പറഞ്ഞേ, എന്റെ അയൺ കോർഡ് കോയില് ഫ്ലക്സ് ലിങ്കേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താണ്, BH കർവിന്റെ അതേ റിലേഷൻ ആണ്. ദേ ആർ നോട്ട് ലീനിയർ ഫോർ അയൺ കോർഡ് കോയിൽ. ഇതുവരെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ചോദിച്ചോളൂ. ഫ്ലക്സ് ലിങ്കേജ് സൈ തന്നെയാണ്, പക്ഷെ ഈ ഫ്ലക്സ് അല്ലേ അവിടെ ചെന്ന് ലിങ്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഫൈ വെച്ച് ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഫ്ലക്സ് ലിങ്കേജ് എന്ന് വെച്ചാൽ N × 5 ആണ് ടോട്ടൽ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കോയിൽ. മനസ്സിലായോ? സൈ എന്ന ഫ്ലക്സ് ലിങ്കേജ് മീൻസ് സൈ ആണ്. സൈ ഇസിക്കൽ ടു N × 5 ആണ്. സൈ ഇസിക്കൽ ടു N × 5 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഞാൻ അവിടെ ഫ്ലക്സ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സൈ ഇസിക്കൽ ടു N × 5. അപ്പൊ ഫ്ലക്സ് ലിങ്കേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ 5 വെച്ചാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 5 ഇട്ട് തുടങ്ങിയത്. നെക്സ്റ്റ്, അത് ക്ലിയർ ആയോ ഗോപിക? ഓക്കെ. നെക്സ്റ്റ്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് നമ്മൾ കറണ്ട്, ഒരു കോയിലിലൂടെയുള്ള കറണ്ട് നമ്മൾ വേരി ചെയ്യുമ്പോൾ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു കോയിലിലൂടെയുള്ള കറണ്ട് നമ്മൾ ആദ്യം വേരി ചെയ്യുമ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? സഡൻലി മാറും. അത് ഓൾമോസ്റ്റ് ലീനിയർ ആയിട്ട് മാറും. ആര്? ഫ്ലക്സിന്റെ വാല്യൂ ഓൾമോസ്റ്റ് ലീനിയർ ആയിട്ട് മാറും. ഇതാണ് കറക്റ്റ് ലീനിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിഷ്യൽ ചേഞ്ച് ഇൻ കറണ്ടില് ഫ്ലക്സിന്റെ വാല്യൂ സഡൻ ആയിട്ട് മാറുന്നു. പക്ഷേ ബൈ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി കറണ്ട് കൂടുന്തോറും നമ്മൾ എന്ത് പറ്റും? ഫ്ലക്സിന്റെ മാറ്റം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫ്ലക്സ് കുറയുന്നു എന്നല്ല പറയുന്നത്, ഫ്ലക്സിൽ വരുന്ന മാറ്റം കുറഞ്ഞുകൊണ്ടേ വരുന്നു. ആദ്യം സഡൻ ചേഞ്ച് ആണെങ്കിൽ പിന്നെ ചേഞ്ചിന്റെ അളവ് എന്ത് ചെയ്തു? കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കറണ്ടിന്റെ ചേഞ്ച് ഇവിടെ വരുത്തിയത് ഇത്രയും ഫ്ലക്സിന്റെ മാറ്റമാണെങ്കിൽ ഇവിടെ എടുക്കുമ്പോഴോ സെയിം ചേഞ്ച് ഓഫ് കറണ്ടിൽ ഉണ്ടായ ഫ്ലക്സ് ചേഞ്ച് ഇത്രേ വരുന്നുള്ളൂ. അതാണ് പറഞ്ഞത്, ഫോർ സെയിം ചേഞ്ച് ഇൻ കറണ്ട് അറ്റ് ഹയർ വാല്യൂസ് ഓഫ് കറണ്ട് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഡ്യൂ ടു സാച്ചുറേഷൻ ഇൻ ദി കേസ് ഓഫ് അയൺ കോർഡ് കോയിൽ. ഇതുവരെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, നമ്മളിപ്പോഴും ഏതിലേക്ക് എത്തിയില്ല? ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസിലേക്ക് എത്തിയില്ല. അതിന് നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ് ചെയ്ത EMF, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് E is equal to minus N d∅/dt. ഫ്ലക്സ് ലിങ്കേജിന്റെ ടേംസിൽ പറഞ്ഞാൽ മൈനസ് d∅/dt എന്ന് നമുക്കറിയാം അല്ലെ? Psi is equal to N∅. ഇവിടെ ആ സൈക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ടേംസിൽ എഴുതാത്തത്. ഇത് ഇക്വേഷൻ 1. E is equal to minus N d∅/dt, where N is the number of turns of the coil. Also നമുക്കറിയാം ഇൻഡ്യൂസ് ചെയ്ത EMF E can be represented in the terms of coefficient of inductance. ഒരു കോയിലിന്റെ ഇൻഡക്ടൻസ് L ആണെങ്കിൽ Lന്റെ ടേംസിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദി കോയിൽ can be represented as E is equal to minus L di/dt. ഇത് ഇക്വേഷൻ 2. From 1 and 2 നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്തെന്ന് മനസ്സിലാകും? N d∅/dt, sorry, N d∅/dt is equal to L di/dt, where dt can be cancelled, implies L is equal to N into d∅/di. d∅/di. ഇൻഡക്ടൻസിന്റെ വാല്യൂ അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇത്രയും നാളെ കോൺസ്റ്റന്റ് നമ്മൾ വിചാരിച്ചിരുന്ന എന്റെ ഇൻഡക്ടൻസ് ഇപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു? ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ കറണ്ട്. നിങ്ങൾക്ക് ഇതും എന്തിന്റെ ടേംസ് എഴുതാം? ഫ്ലക്സ് ലിങ്കേജിന്റെ ടേംസിൽ എഴുതാം. L is equal to d∅/di എന്ന് എഴുതാം. ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട്. ഓക്കെ എന്ന് നമുക്ക് എഴുതാം. അതിന് വരെ ഞാൻ N d∅/di എന്ന് ഇട്ടൂന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്യാം? L ഇതിൽ കോൺസ്റ്റന്റ് ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? Can L be a constant for equation 3? L കോൺസ്റ്റന്റ് ആകാൻ പറ്റുമോ? Lന് ഏതെങ്കിലും ഒരു പോയിന്റില്? മറ്റെന്തെങ്കിലും പോയിന്റ്? വെറും ഇക്വേഷൻ, മാത്തമെറ്റിക്കൽ ഇക്വേഷന്റെ കേസാണ് ഞാൻ പറയുന്നത്. L is equal to N d∅/dt എന്ന ഒരു പോയിന്റ് നിങ്ങളുടെ കൈ കിട്ടിയ, വെദർ ഇറ്റ് ഈസ് അയൺ കോർഡോ എയർ കോർഡോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇഫ് L is equal to N d∅/di ആണെങ്കിൽ
Can L be a constant? Yes. ഫ്ലക്സ് കറണ്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത സമയത്താണെങ്കിൽ ഫൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ d5/di ചെയ്യുമ്പോൾ 0 വരും. ക്ലിയർ ആയോ? ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഇദ്ദേഹം പറഞ്ഞത് ഫ്ലക്സ് ഇസ് നോട്ട് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട്, അങ്ങനെയാണെങ്കിൽ L കോൺസ്റ്റന്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈ കോൺസ്റ്റന്റ് ആയിരിക്കും, d5/di 0 ആയി പോകും. അപ്പൊ L 0 ആണ്. ആ കേസ് അല്ല, L ക്യാൻ ബി കോൺസ്റ്റന്റ്. L ക്യാൻ ബി കോൺസ്റ്റന്റ് എപ്പോൾ? if d5/di is constant. അല്ലേ? d5/di കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ L കോൺസ്റ്റന്റ് ആകും. അപ്പോൾ ആരാണ് ഈ d5/di എന്ന് പറയുന്നത്? എന്റെ 5 വേഴ്സസ് I ക്യാര വരച്ചാൽ, if I draw ഒരു സെക്കൻഡ്. if flux versus current is drawn, അവരുടെ സ്ലോപ്പ് അല്ലേ എന്റെ d5/di എന്ന് പറയുന്നത്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു d5/di. ഒരു 5 വേഴ്സസ് I ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? d5/di എന്ന് പറയുന്നത്. d5/di കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ട് ഇസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ phi ആൻഡ് I? They should be linear. Very good. They should be linear. അപ്പോ എന്റെ phi ഉണ്ട്, ഇത് ആക്ച്വലി psi ആണെന്നുള്ള മനസ്സിൽ കാണുക. ഫ്ലക്സ് ലിങ്കേജ് ഉണ്ട്, അതുപോലെ തന്നെ ഐയും ഉണ്ട്. ചേഞ്ച് ഇൻ കറണ്ടിന് കറസ്പോണ്ടിങ്. ലീനിയർ എന്ന് വെച്ചാൽ എപ്പോഴും 1 തന്നെ ആവണമെന്നില്ല. അവരുടെ സ്ലോപ്പ് ഞാൻ എടുക്കുമ്പോൾ I 2 തവണ മാറിയാൽ phi 1 തവണ മാറിയാൽ, പക്ഷെ എപ്പോഴും അതുപോലെ ആയിരിക്കണം. സ്ലോപ്പ് എടുക്കുമ്പോൾ സ്ലോപ്പിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? 5/I. സോറി കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എന്താണ്? ഇവിടുത്തെ ചേഞ്ചിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? ഡെൽറ്റ ഫൈ എന്ന് വിളിക്കുന്നു, ചേഞ്ച് ഇൻ ഫ്ലക്സ്. അതുപോലെ ചേഞ്ച് ഇൻ കറണ്ടിനെ ഡെൽറ്റ I എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതല്ലേ എന്റെ സ്ലോപ്പ്, അതല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് d5/di എന്ന്. അപ്പൊ ഈ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മീൻസ് ഇവിടെ ലീനിയർ റിലേഷൻ ആണ്. Only if the flux and the current has a linear relation, then only L can be constant. Implies phi and I should have linear relation. അത് ഏത് കോറിൽ മാത്രമേ വരത്തുള്ളൂ എന്നാ ഞാൻ പറഞ്ഞേ? ലീനിയർ റിലേഷൻ എയർ കോർഡ് കോയിൽ. ഇതുവരെ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ ഒരു റിലേഷൻ L is equal to inductance, L is equal to N d5/di. It is applicable for both air core as well as iron core. അയൺ കോറിൽ സ്വാഭാവികമായിട്ടും ഈ d5/di at every point സെയിം ആയിരിക്കും? അല്ല. വെരി ഗുഡ്. കാര്യം അവിടെ മാഗ്നറ്റൈസേഷൻ കർവ് ആണ്. മാഗ്നറ്റൈസേഷൻ കർവില് എല്ലാ പോയിന്റ്സിലും ലീനിയർ അല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല, അവിടെ വ്യത്യാസമുണ്ട്. അപ്പോ Lല് d5/di is not constant for ആർക്ക്? അയൺ കോർഡ് കോയില്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് പറ്റി? എന്റെ d5/di ഫോർ അയൺ കോറില്, ഫോർ അയൺ കോർ d5/di vary at different points.
അവിടെ ലീനിയർ ആയിട്ട് വരുന്ന ഒരു സെക്ഷനും ഉണ്ട്, ആ സെക്ഷൻസിൽ എല്ലാ പോയിന്റ്സിലും സെയിം ആയിരിക്കും. പക്ഷേ ആസ് എ ഹോൾ സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ്, ഡിഫറെന്റ് സെക്ഷനിൽ d5/da എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. കറണ്ട് മാറുന്നതിന് ലീനിയർ ആയിട്ടായിരിക്കത്തില്ല ഫ്ലക്സ് മാറുന്നത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്. നെക്സ്റ്റ്, ഞാൻ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എല്ല് കോൺസ്റ്റന്റ് അല്ല എന്ന കൺസെപ്റ്റ് മനസ്സിൽ ഉറപ്പിക്കാൻ. നമ്മൾ കറണ്ട് മാറുന്നതനുസരിച്ച് നോർമൽ ഒരു കാൽക്കുലേഷനിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലിന്റെ വാല്യൂ ആയിരിക്കത്തില്ല ആക്ച്വൽ എല്ലിന്റെ വാല്യൂ. ദർ വിൽ ബി സം ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ഡ്യൂ ടു അയൺ കോർഡ് കോയിൽ. ആ കൺസെപ്റ്റ് ഉള്ളിൽ വെക്കുക. അതിനാണ് ഇത്രയും പറഞ്ഞത്. നെക്സ്റ്റ്, ഇതൊക്കെ കൊണ്ട് തന്നെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ എയർ കോർ, വേരിയബിൾ ഫോർ അയൺ കോർ. സോ കണ്ടീഷൻ പറയാത്തിടത്തോളം കാലം ഇൻഡക്റ്റൻസ് എന്ന വാക്ക് അർത്ഥശൂന്യമാണ്. ഇറ്റ് ഡസന്റ് ഹാവ് എനി സെൻസ് ഇഫ് വി ഡു നോട്ട് സ്പെസിഫൈ ദി കണ്ടീഷൻ. ഈ ഇൻഡക്റ്റൻസ് ഇരിക്കുന്ന സർക്യൂട്ടിന്റെ കണ്ടീഷൻ പറയാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡക്റ്റൻസ് എന്ത് തരം ഇൻഡക്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എയർ കോഡ് ആണെങ്കിൽ ഓക്കെ, കോൺസ്റ്റന്റ് ആണ്, ലീനിയർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഫൈയും ഐയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണ്, എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ഇനി അയൺ കോർ എന്ന് പറയുകയാണെങ്കിൽ വേരിയബിൾ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്റെ psi = n5 വേഴ്സസ് ഐ ഗ്രാഫ് ഞാൻ വരയ്ക്കുമ്പോ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു അയണിന്റെ കേസിൽ. അപ്പോൾ ഏത് സെക്ഷനിലാണെന്ന്, സെക്ഷൻ എയിലാണോ, സെക്ഷൻ ബിയിലാണോ, സെക്ഷൻ സിയിലാണോ നിങ്ങളുടെ ഇൻഡക്റ്റൻസിനെ കുറിച്ച് പറയുന്നത് എന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഈ എയും ബിയും സിയും എന്നല്ല സ്പെസിഫൈ ചെയ്യാനുള്ള, അറ്റ് ദി പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞാലും പോരാ. ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും ഈക്വൽ ആകാം. ഉദാഹരണം, 1 ആംപിയറിൽ നിന്ന് 2 ആംപിയറിലേക്ക് പോകാൻ വേണ്ട ഫ്ലക്സിൽ വന്ന ചേഞ്ച് എത്രയും നോക്കുന്നു. അതുപോലെ തന്നെ 10 ആംപിയറിൽ നിന്ന് 11 ആംപിയറിലേക്ക് പോകാനുള്ള ഫ്ലക്സിന്റെ ചേഞ്ച്, അപ്പോഴും 1 ആംപിയർ മാത്രമേ മാറിയിട്ടുള്ളൂ. നെക്സ്റ്റ്, 15 ആംപിയർ ടു 16 ആംപിയറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സിൽ വരുന്ന മാറ്റം, അപ്പോഴും കറണ്ടിലെ 1 ആംപിയർ മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ അറ്റ് ഹയർ വാല്യൂസ് ഓഫ് കറണ്ട് ഫ്ലക്സിലെ വേരിയേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതിൽ വരുന്ന വ്യതിയാനം കുറയുന്നു. ക്ലിയർ ആണോ? ഫ്ലക്സിന്റെ വാല്യൂ കുറയുന്നു എന്നല്ല, അതിൽ വരുന്ന മാറ്റം കുറയുന്നു. സോ കണ്ടീഷൻ ഹാസ് ടു ബി specified in order to identify the inductance of the circuit that we are dealing. അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. When analyzing inductance, ഈ L എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഇൻഡക്ടൻസ്, സെൽഫ് ഇൻഡക്ടൻസ്. വെറുതെ ഒരു കോയിൽ എടുത്താലും അതിലുള്ള L എന്താണ്, അതിന്റെ സെൽഫ് ഇൻഡക്ടൻസ് ആണ്. അപ്പോ വെൻ അനലൈസിങ് L, കണ്ടീഷൻസ് ഷുഡ് ബി സ്പെസിഫൈഡ് എങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്. നമ്മൾ എല്ലാ സർക്യൂട്ടിലും കണ്ടിട്ടുണ്ട്, ഫിൽറ്റർ സർക്യൂട്ട്സിലൊക്കെ എല്ലിനെ എടുത്തിടുന്നത്. മിക്ക നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിലായിരുന്നാലും ലാസ്റ്റ് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലിനെ കൊണ്ടുവയ്ക്കും. ഇത്തരം കേസുകളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പ്യുവർ ഡി സി അല്ല അവിടെ വരുന്നത്, അല്ലെങ്കിൽ പ്യുവർ എ സി അല്ല അവിടെ വരുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ സി ആസ് വെൽ ആസ് ഡി സി. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ സി ആസ് വെൽ ആസ് ഡി സി. അപ്പോൾ ഇൻ ഫിൽറ്റർ സർക്യൂട്ടിന്റെ കേസിൽ എടുക്കുകയാണ്, നോർമലി
അയൺ കോർഡ് കോയിൽസിനെ അയൺ കോർഡ് കോയിൽസ് ആർ യൂസ്ഡ് ആസ് filter reactors. Example in rectifier circuits. ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു? Then coil or reactor should deal with ആരെയൊക്കെ ഡീൽ ചെയ്യണം? AC as well as DC. ഇനി എന്റെ ചോദ്യം, AC ആണോ DC ആണോ ഒരു കോറിനെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആക്കുക? ഏതായിരിക്കും ഒരു കോറിനെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആക്കുക? AC ആണോ DC ആണോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. AC അല്ല, DC ആണ് ഒരു കോറിനെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആക്കുക. കാര്യം ഇറ്റ് ഈസ് ഓൾവേസ് ഫ്ലോയിങ് ഇൻ വൺ ഡിറക്ഷൻ. DC കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ വൺ ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ മേക്ക് ദി കോർ മോർ സാച്ചുറേറ്റഡ്. കേട്ടില്ല, എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇല്ല, പക്ഷെ ഫ്ലക്സ് ഉണ്ടല്ലോ. ആ ഫ്ലക്സ് കാരണമാണ് അവിടെ കോറ് സാച്ചുറേറ്റ് ആവുന്നത്. കോറിന് സാച്ചുറേറ്റ് ആവാൻ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാണുമെന്നില്ലല്ലോ. മനസ്സിലായോ? പ്യൂർ ഇൻഡക്ടറിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. പ്യൂർ ഇൻഡക്ടർ ബ്ലോക്സ് AC ആൻഡ് പ്യൂർ കപ്പാസിറ്റർ ബ്ലോക്സ് DC. ആ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതെന്താണ്? പ്യൂർ കപ്പാസിറ്റർ അല്ല, പ്യൂർ ഇൻഡക്ടറും അല്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോർമൽ ഒരു പ്രാക്ടിക്കൽ കോയിലിനെ കുറിച്ചാണ്. ക്ലിയർ ആയോ? അത് പ്യൂർ ആയിരുന്നെങ്കിൽ ഒരിക്കലും അതിനെ കടത്തിവിടാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഹൈ വാല്യൂ ഇൻഡക്ടൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും AC യെ കടത്തിവിടാതിരിക്കാറുണ്ട്. If we do not want to pass AC, we will use high value inductance in some circuits. Clear ആയോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയേ. ഡൗട്ട്സ്. അപ്പോ ഇവിടെ പറഞ്ഞു വന്ന എന്തായിരുന്നു? കോയിൽ അല്ലെങ്കിൽ റിയാക്ടർ AC-നെ DC-നെ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് വരുത്തുന്ന AC ആണെങ്കിൽ അവിടെ ആരുണ്ട്? DC. കോൺസ്റ്റന്റ് ഫ്ലക്സ് ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും? Core gets saturated much quicker than the previous cases. Okay. ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ DC-യുടെ ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ DC-യുടെ വാല്യൂ അത്രയും ചെറുതാണെങ്കിൽ അത്രയും കുറച്ച് സ്പീഡിന് മാത്രമേ സാച്ചുറേറ്റ് ആകത്തുള്ളൂ. ഇഫ് ദി വാല്യൂ ഓഫ് DC is dominating, DC-യുടെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ് മച്ച് ക്വിക്കർ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ AC കൊടുത്തു, ഓക്കെ, ഇതിന്റെ ഇൻഡക്ടൻസിന്റെ വാല്യൂ ഇതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാച്ചുറേഷന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താ? എന്റെ ഇൻഡക്ടർ വിൽ ഡിപ്പെൻഡ് ഓൺ ദി മാഗ്നറ്റൈസേഷൻ കർവ് എന്ന് പറഞ്ഞു. ഈ മാഗ്നറ്റൈസേഷൻ കർവിന്റെ പ്രത്യേകത എന്താ? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാച്ചുറേഷനിൽ പോകുന്നു. എന്റെ മാഗ്നറ്റൈസേഷൻ കർവില് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് കഴിഞ്ഞാൽ അത് സാച്ചുറേഷനിലോട്ട് പോകുന്നു. Psi L വേഴ്സസ് I ഞാൻ എടുക്കുന്നു. കറണ്ടിന്റെ വാല്യൂ വെദർ ഇറ്റ് ഈസ് AC ഓർ DC, ഒരു പെർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ അത് സാച്ചുറേഷനിൽ പോകുന്നു. ഇഫ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് DC, ഈ സാച്ചുറേഷൻ പെട്ടെന്ന് സംഭവിക്കും. ഈ സാച്ചുറേഷൻ പെട്ടെന്ന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് L-ന്റെ വാല്യൂ അറിയാം. L is equal to N into d∅/di. സ്ലോപ്പിന്റെ ടേംസിൽ എഴുതുമ്പോൾ N into ΔΦ/ΔI ആണേ. അപ്പൊ ഓരോ പോയിന്റ്സിലും എടുക്കുമ്പോൾ സാച്ചുറേഷൻ പെട്ടെന്ന് നടക്കുമെങ്കിൽ DC ഇല്ലാത്തപ്പോൾ ഉള്ള ഈ സെയിം വാല്യൂ ഓഫ് കറൻസിൽ 10 ആംപിയറിനും 11 ആംപിയറിനും ഉദാഹരണമാണ് പറയുന്നത്. 10 ആംപിയറിനും 11 ആംപിയറിനും ഇടയിലുള്ള ഫ്ലക്സിലെ മാറ്റം ഞാൻ എടുത്ത് നോക്കി, AC മാത്രം ഉള്ളപ്പോൾ. ഇതിന്റെ കൂടെ DC-യുടെ കയറി വരുമ്പോൾ ഈ ഫ്ലക്സിൽ വരുന്ന മാറ്റം നോക്കുമ്പോൾ അത് കൂടോ കുറയോ? DC-യും കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കണേ. അതാണ് ഈ AC മാത്രം ഉള്ളപ്പോൾ ഉള്ള എന്റെ കറണ്ടില് 10 ആംപിയറിൽ നിന്ന് 11 ആംപിയറിലേക്ക് പോയപ്പോൾ എന്റെ ഫ്ലക്സിൽ എന്ത് മാറ്റം വന്നു എന്ന് നോക്കി. ഇനി ഞാൻ ഈ AC-യുടെ കൂടെ DC-യും കൂടെ വരുമ്പോൾ
ഫ്ലക്സിൽ എന്ത് മാറ്റം വരുമെന്ന് നോക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കൺസെപ്റ്റ്, ഇഫ് ദർ ഇസ് ഡി സി ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ് മച്ച് ക്വിക്കർ ദാൻ ദി പ്രീവിയസ് കേസ്. അപ്പൊ എന്ത് പറ്റി? സാച്ചുറേഷൻ കുറച്ച് മുന്നേ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലക്സ് കുറച്ചും കൂടെ പതുക്കെ മാറത്തുള്ളൂ. സോ 10 to 11 ആംപിയർ മാറിയപ്പോഴുള്ള ഫ്ലക്സ് ചേഞ്ച് കുറവായിരിക്കും ഇൻ ദി പ്രസൻസ് ഓഫ് ഡി സി. അത് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ ഇൻഡക്ടൻസിന്റെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് എന്തായിരിക്കും? കുറയും. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ആ കൺസെപ്റ്റ് ക്ലിയർ? എന്തായി? ഹലോ, ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ. അപ്പൊ എല്ലിന്റെ കേസ് ഞാനിപ്പോ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? ഇൻ പ്രസൻസ് ഓഫ് ഡി സി സാച്ചുറേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു, ക്വിക്കായിട്ട് നടക്കുന്നു, ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുന്നു, ഇംപ്ലൈസ് എല്ല് റെഡ്യൂസ് ചെയ്യുന്നു. ഈ എല്ലിൽ വന്ന മാറ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നോർമൽ അവസ്ഥയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു. ആ സാച്ചുറേഷൻ കൺസെപ്റ്റ് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എടുക്കുന്ന വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് വലുതായിരിക്കും. ആ ഒരു മാറ്റം നമ്മൾ അനലൈസ് ചെയ്യത്തില്ല. ഈ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൽ ഈസ് ഈക്വൽ ടു മ്യൂ എൻ സ്ക്വയർ. ശ്രദ്ധിക്കുക, മ്യൂ എൻ സ്ക്വയർ എ ബൈ എൽ. എൽ ഈസ് ഈക്വൽ ടു മ്യൂ എൻ സ്ക്വയർ എ ബൈ എൽ. ഇതിൽ എൽ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഇൻഡക്ടൻസ്, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ്. സ്മോൾ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കോയിൽ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ. എൻ നമ്പർ ഓഫ് ടേൺസ്. ഇനി ഞാൻ പറയണേ, എന്റെ എന്നോ എയോ എല്ലോ ഞാൻ മാറ്റാതെ എന്റെ എൽ എങ്ങനെ മാറും? ഹൗ ക്യാൻ ക്യാപിറ്റൽ എൽ ബി വേരിഡ് വിത്തൗട്ട് ചേഞ്ചിങ് എൻ, എ ഓർ സ്മോൾ എൽ? അതിന് കാരണക്കാരൻ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും മ്യൂ ആയിരിക്കും. പെർമിയബിലിറ്റി മ്യൂ ആയിരിക്കും. സോ ഫോർ അയൺ കോർഡ് കോയിലില് മ്യൂ വേരീസ് വിത്ത് എന്ത്? വേരീസ് വിത്ത് psi വേഴ്സസ് ഐ ഗ്രാഫ്. ഓക്കെ, ഫ്ലക്സ് ലിങ്കേജ് വേഴ്സസ് കറണ്ട് ആണ്. നേരത്തെ ഗോപിക ചോദിച്ച കണക്ക് ഫ്ലക്സ് ലിങ്കേജ് വേഴ്സസ് കറണ്ട് തന്നെയാണ്. ആ ഫ്ലക്സ് ലിങ്കേജിന് വരെ ഞാൻ എൻപൈ വെച്ച് ഡിനോട്ട് ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. സൈ ആണ് മച്ച് ബെറ്റർ. ഓക്കെ, അപ്പൊ സൈ വേഴ്സസ് ഐ ഗ്രാഫ് എടുക്കുമ്പോൾ ആ ഗ്രാഫിനെ വേരി ചെയ്യുന്ന അനുസരിച്ച് മ്യൂ എന്ത് ചെയ്യും? ഓരോ പോയിന്റിൽ വേരി ചെയ്യും. ഈ സൈ വേഴ്സസ് ഐ ആരെ പോലെയാണെന്ന് പറഞ്ഞു? ബി വേഴ്സസ് എച്ച് പോലെ, ബി എച്ച് കർവ് പോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂവിന് ഒരു റിലേഷൻ കണ്ടുപിടിക്കണ്ടേ? വേരിയേഷന് ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഇത് നമുക്കറിയാം. വേറെ മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് അയൺ കോർ ആണ്. ഈ കേസിൽ അയൺ കോർ ആണ്. അപ്പൊ ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണെന്ന് അറിയാം. ഇംപ്ലൈസ് മ്യൂ ഈസ് ഈക്വൽ ടു ബി ബൈ എച്ച്. ഈ ബി ബൈ എച്ച് അത് നമ്മൾ ഗ്രാഫിന്റെ കേസിൽ എടുക്കുമ്പോൾ ബിയും എച്ചും, ഗ്രാഫ് ഇതാണ്. അപ്പൊ ചേഞ്ച് ഇൻ ബി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എച്ച് കാണിക്കാൻ ഡെൽറ്റ ബി ബൈ ഡെൽറ്റ എച്ച്. എനിക്ക് ഇങ്ങനെ ഇട്ടൂടെ? ഇതിന്റെ സ്ലോപ്പിന്റെ ടേംസിൽ എഴുതുമ്പോ ചേഞ്ച് ഇൻ ബി വിത്ത് റെസ്പെക്ട് ടു എച്ച് ആണ് ആര്? എന്റെ മ്യൂ എന്ന് പറയുന്നത്. അപ്പൊ മ്യൂ വേരീസ് വിത്ത് ഈച്ച് പോയിന്റ്. അത് ക്ലിയർ ആണ്. എന്തുകൊണ്ട് ഞാനിപ്പോ മ്യൂയിലേക്ക് വന്നു എന്ന് മനസ്സിലായോ? ഇവിടെ ഞാൻ ഐ മാറ്റി ഫ്ലക്സ് ലിങ്കേജ് മാറുന്നു എന്നൊക്കെ പറഞ്ഞു ഡ്യൂ ടു സാച്ചുറേഷൻ. പക്ഷെ എല്ലിന്റെ ഇക്വേഷൻ ഇതാണെന്ന് അറിയാം. ഞാൻ എന്റെ നമ്പർ ഓഫ് ടേൺസിനെ മാറ്റുന്നില്ല, ഏരിയയെ മാറ്റുന്നില്ല, ലെങ്ത് മാറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇൻഡക്ടൻസ് മാറി എന്നൊരാൾ ചോദിച്ചാൽ
It is due to the variation of the permeability with respect to BH curve. BH കർവിലെ സാച്ചുറേഷനിൽ വരുന്ന മാറ്റം അനുസരിച്ച് മ്യൂവും മാറുന്നു. കർവിലെ ഓരോ പോയിന്റിലെയും മ്യൂ വ്യത്യസ്തമായിരിക്കും. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പോയിന്റ്. സോ എല്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we should consider variation due to psi versus I graph. Psi versus I ഗ്രാഫിന് വേരി ചെയ്യുന്ന അനുസരിച്ചുള്ള വേരിയേഷൻ നമ്മൾ എല്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലിന്റെ വാല്യൂ തെറ്റും. അതുപോലെ ഇൻ ടേംസ് ഓഫ് ബ്രിഡ്ജിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷറിങ്ങിന്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈവൻ ഇഫ് ഓക്കെ പറഞ്ഞു വന്നത് എന്റെ സർക്യൂട്ടിൽ ഇഫ് സർക്യൂട്ട് ഹാസ് AC as well as DC. ഇതിപ്പോ പറയാൻ കാര്യം എന്താ? വി ആർ ഡീലിംഗ് വിത്ത് ആരെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഡീലിംഗ് വിത്ത് റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റർ റിയാക്ടേഴ്സ് യൂസ്ഡ് ടു ഫിൽറ്റർ ദി ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കോയിൽസിനെ ഫിൽറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ റിയാക്ടേഴ്സ് AC-യും DC-യും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോഴാണ് DC സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. DC വിൽ ഇൻക്രീസ് ദി സാച്ചുറേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആരുണ്ട്? AC അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ DC കാരണം എന്ത് ചെയ്തു? സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഞാൻ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അത് കാരണം ഉണ്ടാകുന്ന കറണ്ട് വോൾട്ടേജ് സിനുസോയിഡൽ ആണെങ്കിൽ പോലും കറണ്ട് സിനുസോയിഡൽ ആവണമെന്നില്ല. കാരണം ഡ്യൂ ടു സാച്ചുറേഷൻ ദർ മേ ബി ഹാർമോണിക്സ്. നമ്മള് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലാണ് എന്റെ വോൾട്ടേജ് പോലും അവിടെ ഹാർമോണിക്സ് കൂടെ വരും. ഫണ്ടമെന്റൽ കമ്പണന്റ് മാത്രമല്ല ഹാർമോണിക്സും കൂടെ വരും. DC വിൽ ഇൻക്രീസ് ദി സാച്ചുറേഷൻ. DC മാത്രമല്ല to some extent AC also സാച്ചുറേഷന് കാരണമാകുന്നു. AC also makes saturation. ഈ DC-യും AC-യും കാരണം ഉണ്ടാകുന്ന സാച്ചുറേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു? There may be harmonics in the system. അപ്പൊ നമ്മള് ഫേസ് ചെയ്യേണ്ടി വന്ന രണ്ട് ഇഷ്യൂസ്. ഒന്ന് എല്ലിന്റെ കാൽക്കുലേഷനില് വേരിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ലെങ്കിൽ വരാവുന്ന എറർ. രണ്ട്, നമ്മൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഒരു മെഷർമെന്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് പ്യുവർ സിനുസോയിഡൽ ആണെങ്കിൽ പോലും ഡ്യൂ ടു സാച്ചുറേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കറണ്ട് സിനുസോയിഡൽ ആയിരുന്നുവെങ്കിലും ഡ്യൂ ടു സാച്ചുറേഷൻ അവിടെ എന്താവുന്നില്ല, സിനുസോയിഡൽ ഷേപ്പിൽ വരുന്നില്ല. there is some changes in the shape of the waveform of current. അത് എന്ത് കാരണമാണ്? ഹാർമോണിക്സ് ആണ്. ആ ഹാർമോണിക്സ് കാരണം എന്ത് പറ്റി? നമ്മുടെ ഫണ്ടമെന്റൽ കമ്പണന്റ്സ് മാത്രമല്ല ഹാർമോണിക് കമ്പണന്റും കൂടെ സിസ്റ്റത്തിൽ വന്നു. ഇനി ഇത് നമുക്ക് എങ്ങനെ ബ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്യാം? ബ്രിഡ്ജിൽ ഞാൻ കൊടുത്ത വോൾട്ടേജ് നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഞാൻ ബ്രിഡ്ജിന് അക്രോസ് കൊടുത്തിട്ട് ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്? എന്റെ ഡിറ്റക്ടറിന് അക്രോസ് സീറോ പൊട്ടൻഷ്യൽ വരുമ്പോൾ അത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഷോ നൾ ഡിഫ്ലക്ഷൻ അറ്റ് സം പോയിന്റ്. പക്ഷെ അത് ആക്ച്വൽ പോയിന്റ് ആയിരിക്കുമോ? അല്ല. യഥാർത്ഥത്തിൽ അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആകേണ്ട പോയിന്റിലായിരിക്കത്തില്ല ഇത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ഡ്യൂ ടു ഹാർമോണിക്സ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയട്ടെ.
ക്ലിയർ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാണ് ആ പോയിന്റ്. ഡ്യൂ ടു സാച്ചുറേഷൻ ഹാർമോണിക്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഓഫ് ബ്രിഡ്ജസിൽ ഈവൻ ഇഫ് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് സിനുസോയിഡൽ ആണെങ്കിലും കറണ്ടില് മേ ഹാവ് ഹാർമോണിക്സ് ഈ കറണ്ടിൽ ഹാർമോണിക്സ് ഉള്ളതുകൊണ്ടല്ലേ എന്റെ ഡിറ്റക്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് വന്നത്? 0 ആകേണ്ട സ്ഥാനത്ത് 0 അല്ലാതിരിക്കുന്നു. യഥാർത്ഥത്തിൽ 0 ആകേണ്ടിരുന്ന പോയിന്റ്, യഥാർത്ഥ ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് 0 അല്ല, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഹാർമോണിക്സ്. പക്ഷെ നമ്മൾ വേരി ചെയ്ത് മറ്റേതോ പോയിന്റിൽ എത്തുമ്പോൾ 0 ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്നു യെസ്, എനിക്ക് എന്റെ ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്തു എന്ന് പറയും. പക്ഷെ അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് വെച്ചായിരിക്കത്തില്ല നമുക്ക് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്തത്. ക്ലിയർ ആണേ? Due to presence of harmonics, null deflection is not obtained at correct point for ഡിറ്റക്ടർ. കാര്യം ഡിറ്റക്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിൽ ആര് വരുന്നുണ്ട്? നമ്മുടെ ഹാർമോണിക്സ് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. 2 പോയിന്റ്സ്. ഒന്ന്, ഇൻഡക്ടറിന്റെ കാൽക്കുലേഷനിൽ വരുന്ന വേരിയേഷൻ, അത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. 2, ബ്രിഡ്ജസിൽ വരുന്ന കേസിൽ വരുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഹാർമോണിക്സ് ഡ്യൂ ടു സാച്ചുറേഷൻ. അപ്പോ ഇത് രണ്ടിനും എനിക്ക് പരിഹാരം വേണം. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ബ്രിഡ്ജ് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ബ്രിഡ്ജാണ് ഏത്? ഓവൻസ് ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓവൻസ് ബ്രിഡ്ജ് എടുക്കുകയാണ്. ദാറ്റ് ഓവൻസ് ബ്രിഡ്ജിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹാർമോണിക്സിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ ഇൻഡക്ടറിന്റെ ആക്ച്വൽ വാല്യൂ, ആ ഇൻക്രിമെന്റൽ വാല്യൂ, വ്യത്യാസം വരുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ആ വേരിയേഷൻ എന്ത് സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. മോഡിഫൈഡ് ഓവൻസ് ബ്രിഡ്ജ് ഫോർ measurement of incremental ഇൻഡക്റ്റൻസ്. ഈ മോഡിഫൈ ചെയ്യുന്ന ഓവൻസ് ബ്രിഡ്ജിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് ആണ്. ഒരു സർക്യൂട്ടിൽ വന്ന മാറ്റം കാരണം ഏതെങ്കിലും ഒരു എലമെന്റ്, ഉദാഹരണം ഫിൽട്ടർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡി സി കമ്പണന്റും കൂടെ കയറി വരുന്നു, കോമ്പിനേഷൻ ഓഫ് എ സി ആൻഡ് ഡി സി. അത് കാരണം എന്റെ ഇൻഡക്റ്റൻസിൽ വരാവുന്ന മാറ്റം, ആ മാറ്റമാണ് ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ്, ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ്. അത് അളക്കുന്നതിന് വേണ്ടിയാണ് എന്റെ മോഡിഫൈഡ് ഓവൻസ് ബ്രിഡ്ജ്. മോഡിഫൈഡ് ഓവൻസ് ബ്രിഡ്ജ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അൺനോൺ ഇൻഡക്റ്റൻസ് ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് R1, ഇൻഡക്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്തത് L1 വെച്ചിട്ട്. നേരത്തെ പോലെ തന്നെ എന്റെ R3 ഇവിടെ ഉണ്ട്. നേരത്തെ പോലെ തന്നെ എന്റെ വേരിയബിൾ റെസിസ്റ്റൻസ് R2 ഉണ്ട്. വേരിയബിൾ കപ്പാസിറ്റൻസ് C2 ഉണ്ട്. ഇവിടെ ആരാ വരുന്നത്? നമ്മുടെ ഫിക്സഡ് കപ്പാസിറ്റൻസ് C4 ഉണ്ട്. ഇവർക്ക് അക്രോസ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട് D. ഇനി ഞാൻ എന്റെ ഈ മോഡിഫൈഡ് ഓവൻസ് ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ സർക്യൂട്ടിലേക്ക് DC കയറി വന്നാൽ എന്ത് ചെയ്യും?
എ സിയും ഡി സിയും കൂടെ ഒരുമിച്ച് കയറി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? വെറുതെ അനലൈസ് ചെയ്താൽ മതിയോ? അതിനകത്ത് ആരെ ഉൾപ്പെടുത്തണം? ഡി സിയെയും എ സിയെയും എന്റെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തണം. അതിനെ എന്ത് കൊണ്ടുവന്നു? ഡി സിയെ കൊണ്ടുവന്നു. ഡി സിയെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സർക്യൂട്ടിൽ വരുത്തി. അതെന്തിനാണെന്നുള്ളത് പറയാം. ഒരു അമ്മീറ്റർ എ വെച്ചിട്ടുണ്ട്, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, ഒരു ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ്, ഇത് നോൺ വാല്യൂ ആണ്, ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ് എല് വെച്ചിട്ടുണ്ട്, ഒരു ഡി സി സപ്ലൈ വെച്ചിട്ടുണ്ട്. ഈ ഡി സി സപ്ലൈ എന്തിനാണ്? എന്റെ സർക്യൂട്ടിലേക്ക് ഒരു ഡി സി കറണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡി സി സപ്ലൈ. അതിന് സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ് വെച്ചിട്ടുണ്ട്, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു അമ്മീറ്റർ ഉണ്ട്. ഇത് മൂവിങ് കോയിൽ ടൈപ്പ് ആണ്. മൂവിങ് കോയിൽ. മൂവിങ് കോയിൽ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? പണ്ട് പഠിച്ച ഓർമ്മയിലൊന്ന് പറയൂ. നമ്മുടെ അതെ, മൂവിങ് കോയിൽ യൂസ് ചെയ്യുന്നത് ഡി സി മെഷർമെന്റ്സിനാണ്. നമ്മൾ ആ ടോപ്പിക്സ് ഒക്കെ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനി ആരെ കൂടെ ഉൾപ്പെടുത്തണം? എ സിയെ കൂടെ ഉൾപ്പെടുത്തണം. എ സി ഉൾപ്പെടുത്താൻ നേരം ആരെ ഞാൻ കൊണ്ടുവന്നു? ഒരു കപ്പാസിറ്ററിനെ കൊണ്ടിട്ടു. എന്തിനാണെന്നുള്ളത് പറയാം. ഇത് ഡി സി സോഴ്സ്, ഇപ്പൊ ഞാൻ കൊണ്ടുവച്ചത് ഒരു എ സി സോഴ്സ്. ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ സി ആണ്. ഇനി R3 അക്രോസ് ഒരു വാൽവ് വോൾട്ട്മീറ്റർ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, വാൽവ് വോൾട്ട്മീറ്റർ ബി. ബാക്കി കണ്ടീഷൻസിന് അതിലൊന്നും മാറ്റമൊന്നുമില്ല, സെയിം പോലെ തന്നെയാണ്. എന്റെ I1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇത് കൂടെ I2 ആണ് ഫ്ലോ ചെയ്യുന്നത്. മറ്റേ ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ നേരത്തെ പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു, എ ബി സി ഡി. ആ കഥയിലും ഒരു മാറ്റവും ഇല്ല. അവിടുത്തെ EMF എല്ലാം സെയിം തന്നെയാണ്. ഇനി വരുന്ന കൺസെപ്റ്റിലാണ് മാറ്റം. ശ്രദ്ധിക്കുക, എന്റെ സർക്യൂട്ടിൽ എനിക്ക് ഡി സിയെയും എ സിയെയും ഉൾപ്പെടുത്തിയേ പറ്റും. പക്ഷേ എന്റെ ഡി സി സർക്യൂട്ടിൽ എ സി ഒന്ന് കയറാനും പാടില്ല, എ സി സർക്യൂട്ടിൽ ഡി സി ഒന്ന് കയറാനും പാടില്ല. അതാണ് എന്റെ ആദ്യത്തെ എയിം. അതിനെ എന്ത് ചെയ്തു? എ സിയുടെ അവിടെ ഒരു ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു. ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു. ഇൻ എ സി സോഴ്സില് സീരീസ് ആയിട്ട് ഹൈ വാല്യൂവിലെ കപ്പാസിറ്റൻസ് വെച്ചു. എന്തിനായിരുന്നു ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് കൊണ്ട് വെച്ചത്? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ഹലോ, അതെ, ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് കൊണ്ട് വെച്ചത്. ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ അല്ലേ? ഡി സിയില് ഫ്രീക്വൻസി 0 ആണ്. ആ ഡൗട്ട് ഉള്ളവർക്ക് x = 1/c ഒമേഗയാണ്. ഓർക്ക എളുപ്പത്തിന് ഒമേഗ = 2πf. എഫ് എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോ 1/0 വരുമ്പോഴത്തേക്കും ഇൻഫിനിറ്റി വരും ഇൻ കേസ് ഓഫ് ഡി സി. എക്സി റിയാക്ടൻസ്, കപ്പാസിറ്റി റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് ഡി സി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എ സിയിലേക്ക് ഡി സി ഒന്ന് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു. സിമിലർലി ഇൻ ഡി സി സർക്യൂട്ടില് സീരീസ് ആയിട്ട് ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ് കൊണ്ട് വെച്ചു. അതെന്തിനായിരുന്നു? ഇറ്റ് വിൽ ബ്ലോക്ക് കപ്പാസിറ്റൻസ് ടു ബ്ലോക്ക് ഡി സി ആയിരുന്നു. സിമിലർലി ഹിയർ ടു ബ്ലോക്ക് എ സി. എ സി ഇവിടെ വന്ന് കയറുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ് കൊണ്ട് വെച്ചത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കേസ് ശ്രദ്ധിക്കുക. എന്റെ ഡിറ്റക്ടറിനെ സംബന്ധിച്ച് അത് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ, എന്റെ ഡിറ്റക്ടർ പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എ സി ആവണോ ഡി സി ആവണോ? നേരത്തെ പറഞ്ഞു, എ സി ബ്രിഡ്ജസിൽ യൂസ് ചെയ്യുന്ന എന്റെ ഡിറ്റക്ടർ എന്ന് പറയുന്നത്
ഇറ്റ് വിൽ റെസ്പോണ്ട് ടു AC. അല്ലാതെ അവിടെ DC കയറി വന്നാൽ അവിടെ ഹാർമോണിക്സ് വരും. സോ നമ്മളെ ഡിറ്റക്ട് ചെയ്യുന്ന പോയിന്റ് മാറും. സോ എന്റെ ഈ DCയും ACയും കൊണ്ട് ഈ സർക്യൂട്ടിൽ വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദി ഡിറ്റക്ടർ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ദി DC should not affect detector D. അതായത് ഡിയിൽ എന്ത് മാത്രമേ കയറാവൂ? ഉള്ളി AC മാത്രമേ ഡിന് അക്രോസ് വരാവൂ. അത് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയപ്പോ ശ്രദ്ധിക്കണേ, എന്റെ AC ഇവിടുന്ന് വന്ന AC കറണ്ട് ഞാൻ IAC എന്നിട്ടു, ഇതിന് ഞാൻ ക്യാപിറ്റൽ I എന്നിട്ടു. ഇവരെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട്. ആ കറണ്ട് ഇവിടെ വന്നിങ്ങനെ വന്ന് നോക്കി, ആ കറണ്ട് ഇവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ആരിരിപ്പുണ്ട്? ഈ കപ്പാസിറ്റൻസും ഈ കപ്പാസിറ്റൻസും ഇരിപ്പുണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് അവിടെ ഇരിപ്പുണ്ട്. ഈ കപ്പാസിറ്റൻസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബ്ലോക്ക് DC. നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ വാല്യൂ കപ്പാസിറ്റൻസ് ആണ് അവിടെ. സോ ഇറ്റ് വിൽ ബ്ലോക്ക് DC. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എൻറ്റയർ AC ആൻഡ് DC, ഇതിൽ കൂടെ AC സ്പ്ലിറ്റ് ആയി പോകും, പക്ഷെ ആരും സ്പ്ലിറ്റ് ആകത്തില്ല, DC സ്പ്ലിറ്റ് ആകത്തില്ല. എൻറ്റയർ DC വിൽ ഫ്ലോ ത്രൂ ഏത്? ആ മണ്ണിലൂടെ ഫ്ലോ ചെയ്ത് ഇതിലൂടെ അങ്ങ് പോകും. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Due to high value capacitance C2 and C4, they will block DC. നിങ്ങൾ ആരും ചോദിക്കാത്ത എന്താ? ഇവര് ബ്ലോക്ക് ചെയ്യുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഡിറ്റക്ടറിലൂടെ DCക്ക് കയറിക്കൂടാ? ഇവിടെ DC AC കൂടെ അല്ലേ വന്നത് ബിയുടെ അവിടെ, പിന്നെ എന്തുകൊണ്ട് ഡിറ്റക്ടറിലൂടെ DCക്ക് കയറിക്കൂടാ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയും എന്തുകൊണ്ടായിരിക്കും? ഈ ഡിറ്റക്ടറിലൂടെ എന്റെ DC കയറി പോയാലേ DCക്ക് എങ്ങോട്ടെങ്കിലും പോണ്ടേ? DC വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോ ACയും DCയും കൂടെ വന്ന് നോക്കിയെന്ന് വെച്ചോ, നോക്കുമ്പോ DC C4ലോട്ട് നോക്കാൻ പോകുമ്പോ അവിടെ ബ്ലോക്ക് DC, C2ലോട്ട് പോകുമ്പോ അവിടെ ബ്ലോക്ക് DC. അപ്പൊ എന്ത് സംഭവിക്കും? DCക്ക് ഈ ഡിറ്റക്ടറിലൂടെയും ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്ത് എങ്ങോട്ടെങ്കിലും പോണ്ടേ, സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കണ്ടേ. അപ്പൊ എന്റെ DC ഇവിടെ കയറിയിരുന്നെങ്കിൽ അതിന് പോകാൻ വേറെ പാത്തില്ല. സോ എൻറ്റയർ DC വിൽ ഫ്ലോ ത്രൂ R3. ക്ലിയർ ആണ്? വാൽവ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് വോൾട്ട്മീറ്റർ വിച്ച് വിൽ നോട്ട് ഡിറ്റക്ട് DC. അത് DCയെ ഡിറ്റക്ട് ചെയ്യത്തില്ല. വാൽവ് വോൾട്ട്മീറ്റർ DCയെ ഡിറ്റക്ട് ചെയ്യത്തില്ല. വാൽവ് വോൾട്ട്മീറ്ററിന്റെ പ്രത്യേകത, it will not detect DC. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇവിടെ അപ്പോ പറഞ്ഞു വന്ന പ്രകാരം ഡിറ്റക്ടറിലൂടെ DC ഇല്ല. എൻറ്റയർ AC ആൻഡ് DC is flowing through ഏതിലൂടെ? ഇതിലൂടെ ഫ്ലോ ചെയ്യാണ്. ഡിറ്റക്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? AC മാത്രമായിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷന് മുന്നേ ഇതിലൂടെ ഒരു കറണ്ട് ഇല്ലേ, ID എന്ന് പറയുന്ന ഒരു കറണ്ട്. ആ കറണ്ട് എന്തായിരിക്കണം? AC തന്നെ ആയിരിക്കണം, DC വരാൻ പാടില്ല. പിന്നെ ബാലൻസ് കണ്ടീഷൻ എത്തിയപ്പോ അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അത് 0 ആയി. ആ കൺസെപ്റ്റ് ക്ലിയർ ആണേ? അതുകൊണ്ട് തന്നെ പറഞ്ഞു. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. R1ലൂടെ L1ലൂടെ പോകുമ്പോ AC ഉണ്ട് DC ഉണ്ട്. എന്ന് വെച്ചാൽ ആ പാർട്ട് ഓഫ് AC, ഒരു പാർട്ട് ഓഫ് AC ഇതുവഴി ഇങ്ങോട്ട് കടന്നുപോയി, ബാക്കി പാർട്ട് ഓഫ് AC ആൻഡ് ഫുൾ DC ഇതുവഴിയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് നോക്കി ഡിറ്റക്ടറിലൂടെ ഫ്ലോ ചെയ്യാമോ എന്ന് നോക്കി, R3ലൂടെ ഫ്ലോ ചെയ്യാമെന്ന് നോക്കി. ഡിറ്റക്ടറിലൂടെ ഫ്ലോ ചെയ്യാത്ത എന്തുകൊണ്ടാ? അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, കറണ്ടിന് ഒരിക്കലും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ക്ലോസ് ദി സർക്യൂട്ട്. കറണ്ട് ഡിയിലൂടെ പോയിരുന്നെങ്കിൽ അതിന് സർക്യൂട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ DC ഇവിടെ വന്നിങ്ങനെ നോക്കുമ്പോ ഒന്നുകിൽ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. ആ രണ്ട് പാത്തും എന്ത് പറ്റി? കപ്പാസിറ്റൻസ് DCയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ഇത് DCക്ക് പോകാൻ പറ്റത്തില്ലെന്ന് DCക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് പറ്റി? ഇവിടെ എത്തിയ DC അത് മനസ്സിലായിക്കൊണ്ട് R3ലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ എൻറ്റയർ DC ആൻഡ്
AC, ബാക്കി AC-യും RT-യിലൂടെ ഫ്ലോ ചെയ്യുന്നു. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ബാക്കി ഇവിടെ വരുമ്പോ DC-ക്ക് സ്വാഭാവികമായിട്ട് വരാം. കാര്യം DC റിസീവ് ചെയ്യാൻ ആര് നിൽപ്പുണ്ട്? എന്റെ DC സോഴ്സിന്റെ നെഗറ്റീവ് നിൽപ്പുണ്ട്. അതുകൊണ്ട് DC-ക്ക് ധൈര്യമായിട്ട് ഈ പാത്തിലൂടെ വരാം. അങ്ങനെ സർക്യൂട്ട് ക്ലോസ് ആവും. അത് ക്ലിയർ ആണേ? ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. DC കറണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഇൻഡക്ടർ മെഷർ ചെയ്യാൻ നേരം ടു അനലൈസ് ആൻ ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു കോയില് കണ്ടീഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ കണ്ടീഷൻസ് അറിയാൻ നേരം എന്ത് വേണം? കറണ്ട്, DC കറണ്ട് എത്ര? ക്വസ്റ്റ്യൻ മാർക്ക്. AC കറണ്ട് എത്ര? ക്വസ്റ്റ്യൻ മാർക്ക്. ഏതിലൂടെയുള്ള? ഇൻഡക്ടറിലൂടെയുള്ള. എങ്ങനെയാണ്? ഇൻഡക്ടറിലൂടെയുള്ള DC കറണ്ട് എത്ര, ഇൻഡക്ടറിലൂടെയുള്ള AC കറണ്ട് എത്ര എന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പൊ ഞാൻ നോക്കി, ഇൻഡക്ടറിലൂടെയുള്ള DC കറണ്ട് ഏത് തന്നെയാണ് നോക്കട്ടെ. എന്റെ DC സപ്ലൈ ഏത് ഇൻഡക്ടറാണ്? അൺനോൺ ഇൻഡക്ടൻസ് L1, അതിലൂടെയുള്ള DC കറണ്ട് ആണ് വേണ്ടത്. ഈ I എന്ന് പറയുന്ന DC കറണ്ട് IDC, എന്റെ IDC ഇവിടെ നിന്ന് വന്നു. ഇങ്ങോട്ട് വരുമോ? ഇല്ല. എന്റെ DC ഇവിടെ എത്തി. ആ DC കപ്പാസിറ്റിയിലൂടെ ഫ്ലോ ചെയ്യോ? ഇല്ല. എന്റെ DC L1-ലൂടെ ഫ്ലോ ചെയ്യാണ്. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ L1 ഈസ് ഈക്വൽ ടു എന്ത്? എന്റെ അമ്മീറ്ററിന്റെ റീഡിങ്. അത് ക്ലിയർ ആണോ? അതെ, നമ്മളെ DC സോഴ്സിന്റെ അവിടെ ഇരിക്കുന്ന അമ്മീറ്റർ, മൂവിങ് കോയിൽ അമ്മീറ്റർ തരുന്ന വാല്യൂ ആണ് നമ്മുടെ എന്ത്? IDC. Therefore DC flowing through, ഡയറക്റ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ L1 എന്ന് പറയുന്നത് എന്താണ്? അമ്മീറ്റർ റീഡിംഗ് ആണ്. ഇത് മൂവിങ് കോയിൽ ആണ്, അമ്മീറ്റർ റീഡിംഗ് ആണ്. ഇനി ആര് വേണം എനിക്ക്? AC ഫ്ലോയിങ് ത്രൂ L1 വേണം. അതെന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. അതിങ്ങനെ നോക്കി വന്നപ്പോ ദാണ്ടെ ഇവിടെ എനിക്ക് R3-യുടെ വാല്യൂ എനിക്ക് അറിയാം. R3-ക്ക് അക്രോസ് ഉള്ള വോൾട്ട്മീറ്റർ എന്താണ് തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ദി വോൾട്ട്മീറ്റർ വിൽ ഗീവ് യു വിച്ച് വാല്യൂ? AC വാല്യൂ. അതെ, വാൽവ് വോൾട്ട്മീറ്റർ DC-യെ ഡിറ്റക്ട് ചെയ്യത്തില്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് R3 എന്ന് പറഞ്ഞ എന്റെ വാൽവ് വോൾട്ട്മീറ്റർ തരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? AC വോൾട്ടേജ് അക്രോസ് R3 ആയിരിക്കും. ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ? വോൾട്ടേജ് അക്രോസ് R3 നമുക്ക് കിട്ടിയെങ്കിൽ, AC വോൾട്ടേജ് അക്രോസ് R3 നമ്മളെ ഉണ്ടെങ്കിൽ AC വോൾട്ടേജ് അക്രോസ് R3 ഡിവൈഡഡ് ബൈ R3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? AC കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 കിട്ടത്തില്ലേ? അത് ക്ലിയർ ആണോ? ഇതെന്ന് പറയുന്നത് IAC ഒരു പാർട്ട്, IAC ഡാഷ് പ്ലസ് IDC ആണ്. ഈ IAC ഡാഷ് എന്നിട്ടാൻ കാര്യം എന്തോ? ഇവിടെ IAC ഇവിടെ വന്നപ്പോ രണ്ടിടത്ത് സ്പ്ലിറ്റ് ആയി പോയി. DC മാത്രമാണ് ഇതിൽ കൂടെ ഫുൾ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ IAC ഡാഷ് പ്ലസ് IDC ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതിൽ നമുക്ക് വാൽവ് വോൾട്ട്മീറ്റർ വെച്ച് കിട്ടുന്ന വാല്യൂ എന്താണ്? VAC ആണ്, വോൾട്ടേജ് അക്രോസ് R3. AC വോൾട്ടേജ് അക്രോസ് R3 ആണ് കിട്ടുന്നത്. ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R3 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 ആണ് കിട്ടുന്നത്. അതുവരെ കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ്. അപ്പോ കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 കിട്ടി. അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷനിൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 ഈസ് ഈക്വൽ ടു എന്റെ I1. I1 എന്ന് വെച്ചാൽ എന്റെ ആം 1-ലൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് തന്നെയല്ലേ R3-യിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ AC കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 എന്ന് പറഞ്ഞ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഏത് കറണ്ട് തന്നെയാണ്? AC കറണ്ട് ഫ്ലോയിങ് ത്രൂ L1 തന്നെയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ആ പോയിന്റ്. ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ എങ്ങനെയാണ്? അതെ, IAC ഡാഷ് പ്ലസ് IDC ആണ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ വരുന്നത്. പക്ഷെ എനിക്ക് വേണ്ട എന്താണ്?
എന്റെ ഉദ്ദേശം ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന എ സി കറണ്ട് കണ്ടുപിടിക്കണം. അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷനിൽ ഇവിടെ ഐ എ സി ഡാഷ് പ്ലസ് ഐ ഡി സി ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത് എന്താണ്? ഐ എ സി ഡാഷ് അല്ലേ കണ്ടുപിടിച്ചത് ഈ വാൾവ് വോൾട്ട്മീറ്ററിന്റെ വോൾട്ടേജ് ബൈ ആർ ടി ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ ഐ എ സി ഡാഷ് എന്ന് പറയുന്ന ഈ സെയിം ഐ എ സി ഡാഷ് തന്നെയല്ലേ എ ബിയിലൂടെ ഫ്ലോ ചെയ്യുന്നത് പ്ലസ് ഐ ഡി സി. അത് ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ കണ്ടുപിടിക്കുന്ന ഐ എ സി ഡാഷ് തന്നെയല്ലേ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഐ എ സി ഡാഷും മറ്റ് ബാലൻസ് ബ്രിഡ്ജില്. ക്ലിയർ ആയോ? ഗുഡ്. അപ്പോ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. വാൽവ് വോൾട്ട്മീറ്റർ will block DC implies it will give AC voltage across R3. അങ്ങനെയാണെങ്കിൽ implies current flowing through R3 is equal to VAC across R3 divided by R3. പക്ഷേ അറ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷനില് കറണ്ട് ത്രൂ L1 ഈസ് ഈക്വൽ ടു കറണ്ട് ത്രൂ R3. ഇതിൽ എന്ത് വരുന്നുണ്ട്? എ സി വരുന്നുണ്ട്, ഡി സിയും വരുന്നുണ്ട്. പക്ഷെ ഈ IR3 എന്ന് പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ച എന്താണ്? ആക്ച്വലി ഈ എ സി ആണ്. എ സി കമ്പണന്റ് മാത്രമാണ് ഈ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് എന്റെ ഉദ്ദേശം എ സി കറണ്ട് മാത്രം കണ്ടുപിടിക്കാനാണ്. ഡൗട്ട് വന്നോ? ഡൗട്ട് വന്നെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഐ ഫ്ലോയിങ് ത്രൂ L1 ഈസ് ഈക്വൽ ടു ഐ ഫ്ലോയിങ് ത്രൂ R3. ഓക്കെ, ഈ IR3 എ സി എന്ന് കൂടെ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യണേ. ഐ ഫ്ലോയിങ് ത്രൂ L1 ഷുഡ് ബി ഈക്വൽ ടു ഐ ഫ്ലോയിങ് ത്രൂ R3. ഈ ഐ ഫ്ലോയിങ് ത്രൂ L1 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഐ എ സി ഫ്ലോയിങ് ത്രൂ ഒരു സെക്കൻഡ്, ഐ L1ലൂടെ ഫ്ലോ ചെയ്യുന്ന എ സി പ്ലസ് ഐ ഡി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ R3ലൂടെ ഫ്ലോ ചെയ്യുന്ന എ സി പ്ലസ് ഐ ഡി സി. അത് ക്ലിയർ ആണ്? ഐ ഡി സി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താണ്? L1ലൂടെ ഫ്ലോ ചെയ്യുന്ന അതേ എ സി കറണ്ട് തന്നെയല്ലേ R3ലൂടെ ഫ്ലോ ചെയ്യുന്ന എ സി കറണ്ടും. അത് ക്ലിയർ ആണോ? ടു ഐ R3ലൂടെ ഫ്ലോ ചെയ്യുന്ന എ സി കറണ്ട്. ഇത് നമുക്കറിയാം. ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? ആക്ച്വലി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സി കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 അല്ലേ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എ സി ഫ്ലോയിങ് ത്രൂ L1 കിട്ടി. ക്ലിയർ ആണേ? ഡൗട്ട് ഇല്ലല്ലോ? thus conditions for L1 is obtained. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ഐ ഡി സി എത്ര? ഐ എ സി ത്രൂ L1 എത്ര? അത് രണ്ടും ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി L1 നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. കാര്യം ഐ ഡി സിയും ഐ എ സിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഏതൊരു കേസ് ആയിരുന്നാലും ഏത് കോർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് നമുക്ക് മാഗ്നറ്റൈസേഷൻ കർവ് വേണം. ആ കർവിൽ നോക്കിക്കൊണ്ട് അതിന്റെ സാച്ചുറേഷൻ പോയിന്റ്സ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ് ആണ്. ഇതില് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന L1 ഈസ് ഈക്വൽ ടു R2 R3 C4. L1 ഈസ് ഈക്വൽ ടു R2 R3 C4 എന്ന് പറയുന്ന ഈ L1 എന്താണ്? ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ് ആണ്. ക്ലിയർ ആയോ? ചെയ്തു വരുമ്പോ കണ്ടീഷൻസ് സെയിം തന്നെയാണ്. ഞാൻ വീണ്ടും എടുത്ത് ചെയ്തില്ല എന്നേ ഉള്ളൂ. Z1 കാര്യം ഇവിടെ വേറെ എങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നില്ല. ഇത് വാൾവ് വോൾട്ട്മീറ്റർ ആണ്, അങ്ങോട്ടുള്ള സ്പ്ലിറ്റ് നോക്കണ്ട. ഇവിടെ വരുന്ന ബ്രാഞ്ചസ് ഏതാണ്? Z1 Z2 Z3 Z4 വരുന്നുണ്ട്. അറ്റ് ബാലൻസ് ബ്രിഡ്ജ് കണ്ടീഷൻ Z1 into Z4 ഈസ് ഈക്വൽ ടു Z2 into Z3 ആണ്. അത് ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് നേരത്തെ നോർമൽ ഉള്ള ഓവൻസ് ബ്രിഡ്ജിൽ എനിക്ക് കണ്ടീഷൻ കിട്ടി. എന്ത്?
L1 is equal to R2 into R3 into C4 എന്ന് കിട്ടിയത്. ഇത് ആക്ച്വലി ഈ ബ്രിഡ്ജിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസ് ആണ്. അവിടെ അങ്ങനെ പറയാൻ കാര്യം എന്താണ്? അവിടെ ഞാൻ DC-യെയും AC-യെയും ഒക്കെ ഇൻക്ലൂഡ് R2ഉം R3യും C4ഉം ഒക്കെ നോൺ ആണ്. അതിൽ നിന്ന് L1 കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒരാളെ കൂടെ ഇവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ ആള് ഇൻക്രിമെന്റൽ പെർമിയബിലിറ്റി. എന്റെ മ്യൂവിൽ വരുന്ന മാറ്റം അത് എത്രത്തോളം ആയിരിക്കും? നമുക്ക് അറിയാം L1 ഈസ് ഈക്വൽ ടു മ്യൂ N സ്ക്വയർ A/L എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇതൊന്നും എനിക്ക് എങ്ങനെ എഴുതാം? മ്യൂ ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു സ്മോൾ എൽ ഡിവൈഡഡ് ബൈ N സ്ക്വയർ A എന്നറിയാം. ഓക്കെ, ഇതിൽ L1 ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മ്യൂ കണ്ടുപിടിച്ചൂടെ? L1 ഇൻക്രിമെന്റൽ ഇൻഡക്ടൻസ് ആണെങ്കിൽ അപ്പൊ കിട്ടുന്ന പെർമിയബിലിറ്റി എന്താണ്? ഇൻക്രിമെന്റൽ പെർമിയബിലിറ്റി ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ചോദിച്ചോളൂ. അതെ, AC-യും DC-യും കൂടെ വരുന്ന കേസിൽ ഇൻഡക്ടൻസിൽ എന്ത് മാറ്റം വരുന്നു? അത്തരം കേസിൽ നമുക്ക് ഇൻഡക്ടൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ആസ് ബോത്ത് AC ആസ് വെൽ ആസ് DC. ക്ലിയർ ആണോ? ഇതിനെ AC ആയിട്ടും DC ആയിട്ടും നമുക്ക് വർക്ക് ചെയ്യിക്കാം. അത് ക്ലിയർ ആണോ? അത് അൺനോൺ ഇൻഡക്ടൻസ് ആണ്, പക്ഷെ വെറും ഇൻഡക്ടൻസ് അല്ല, ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് DC. ഇതില് നോർമൽ ഓവൻസ് ബ്രിഡ്ജ് തന്നെയല്ലേ ഇത്? ഇതിൽ നമ്മൾ ആകെ ചെയ്തത് എന്താണ്? DC-യെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇതിലൊരു DC കണ്ടന്റും കൂടെ വന്നാൽ ആ വരുന്ന മാറ്റമാണ് എന്റെ ഇൻക്രിമെന്റ് സംഭവിച്ചിരിക്കുന്നത്. ആ ഇൻക്രിമെന്റ് ഇൻ ഇൻഡക്ടൻസ് ആണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്താണ് ഈ ബ്രിഡ്ജിനെ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ കേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നേരം പവർ സിസ്റ്റത്തിൽ കൊണ്ടുവച്ചതിന് ശേഷമല്ല സിസ്റ്റം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്ര ഫോൾട്ട് വന്നാൽ ഈ സിസ്റ്റം എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പോ എന്റെ സിസ്റ്റത്തിലേക്ക് DC വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഞാൻ അതിന് DC വെച്ച് തന്നെ നോക്കി. ക്ലിയർ ആയോ? അനലൈസ് ചെയ്യാൻ നേരം നമ്മൾ DC തന്നെയാണ് കൊടുക്കുന്നത്. അതെ, ഓക്കെ, അതാണ് ഡൗട്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നിപ്പോ പറഞ്ഞ കണക്ക് AC-യില് നമ്മുടെ പ്യുവർ AC അല്ല അവിടെ കിട്ടുന്നത്, അതിൽ DC കണ്ടന്റും കൂടെ ഉണ്ടെങ്കിലോ എങ്ങനെ എന്റെ ബ്രിഡ്ജ് എന്റെ ഉണ്ട്, ആ ബ്രിഡ്ജിന് ഞാൻ അക്രോസ് കൊടുക്കുന്ന സപ്ലൈ പ്യുവർ AC ആവണമെന്നില്ല. കൊടുക്കുന്ന AC എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനകത്ത് ഹാർമോണിക്സ് വരാം. ഇറ്റ് മേ കണ്ടെയ്ൻ DC കമ്പണന്റ് ഓൾസോ. അങ്ങനെയാണെങ്കിൽ എന്റെ സർക്യൂട്ടിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാൽ എനിക്ക് കറക്റ്റ് ഇൻഡക്ടൻസ് കിട്ടും എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവിടെ ഞാനായിട്ട് തന്നെ ഒരു DC സപ്ലൈ എടുത്ത് കൊടുത്തു. DC സപ്ലൈ കൊടുക്കുമ്പോൾ എന്റെ സർക്യൂട്ടിൽ എന്തൊക്കെ മാറ്റം ഞാൻ വരുത്തണം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. ഇത് ചോദിച്ചത് കറക്റ്റ് തന്നെയാണ്. AC-യിൽ DC കമ്പണന്റും കൂടെ കയറി വരുമ്പോൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡക്ടൻസിൽ മാറ്റം വരാം. ആ മാറ്റം വരുന്നതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനൊരു ബ്രിഡ്ജിനെ എടുത്ത് അനലൈസ് ചെയ്യണം. അവിടെ AC പ്ലസ് DC അത് കമ്പൈൻ ആയിട്ട് വരുന്നതിനെ ഞാൻ കാണിക്കാനാണ് ഒരു AC സോഴ്സും വെച്ച് ഒരു DC സോഴ്സും വെച്ചു. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മുടെ ഓവൻസ് ബ്രിഡ്ജ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.